അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ സെക്കൻഡ് മൊഡ്യൂൾ. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന, അതുപോലെ ഡിഗ്രി ഫസ്റ്റ് സെമ്മിലൊക്കെ ആയിട്ട് പഠിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇതിൽ നിന്ന് അത്യാവശ്യം മിക്ക എക്സാമിനാണെങ്കിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ഈ ടോപ്പിക് കവർ ചെയ്യുമ്പോൾ അതുകൂടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഇതൊക്കെ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാവും, എന്നാൽ നമ്മളൊരു റിവിഷൻ പർപ്പസ് പോലെ ഇത് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആ വാക്കിൽ തന്നെ ഉണ്ട് ഇല്ലേ? നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സും പഠിക്കുന്നുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സും പഠിക്കുന്നുണ്ട്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇവിടെ ഡീൽ ചെയ്യണ എന്താണ്? ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ് അല്ലേ? അതായത് ഇലക്ട്രിക് ചാർജസ് റെസ്റ്റിലുള്ള കേസാണ് എന്ത് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇതൊക്കെ ബേസിക് ആണ്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി മെയിൻ ആയിട്ട് നമ്മളിപ്പോ ചാർജിന്റെ കാര്യം പറഞ്ഞു. ഇനി എന്താണ് ചാർജിന്റെ മെയിൻ പ്രോപ്പർട്ടീസ്? എക്സാമിന് ഇത് എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി തെറ്റാനൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇലക്ട്രിക് ചാർജിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്താ? നമുക്കറിയാം ഇലക്ട്രിക് ചാർജ് എന്താണ്, ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ ഇലക്ട്രിക് ചാർജ് കൺസർവ്ഡ് അല്ലേ? അതേപോലെ എന്താണ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കട്ടെ, കുഴപ്പമില്ല. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ചാർജ് ക്വാണ്ടൈസ്ഡ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതായത് നമുക്കറിയാം ഒരു ഇലക്ട്രിക് ചാർജസ് അല്ലെങ്കിൽ നമ്മൾ ചാർജസ് പറയാം എന്തിന്റെ ടൈമിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസിന്റെ ചാർജിന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പറയാം അല്ലേ? അതായത് 1 ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെങ്കിൽ 2 ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിന്റെ ചാർജ് ആണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അല്ലാണ്ട് 1.5 ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെങ്കിൽ 2.5 അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, പറയാറില്ല. എന്തായാലും ബേസിക് ആണ്. അപ്പൊ അതാണ് ക്വാണ്ടൈസ്ഡ്. 1 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ ചാർജ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഇലക്ട്രോൺ ചാർജ് വരുന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ ഇടയിൽ എന്തില്ല, വാല്യൂസ് പോസിബിൾ അല്ല. അതാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് പറഞ്ഞ ആ വാല്യൂ, ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കറിയാം എന്താണ് പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട് നമുക്കറിയാം. അതേപോലെ നമുക്ക് എന്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്കറിയാം ബേസിക് ആയിട്ടുള്ളത് തന്നെ, അതായത് ലേക്ക് ചാർജസ് പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, റിപ്പൽ ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. അതേപോലെ അൺലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യും, ബേസിക് ആണ്. ഓക്കെ, ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അത് നമ്മൾ എന്താ വെച്ചാൽ ചിലപ്പോൾ അശ്രദ്ധയിൽ തെറ്റിച്ച് പോകേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പോയിന്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. നമുക്കറിയാം ചാർജ് എന്ത് കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ടാണ് എന്ത് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് ഈക്വൽ ടു 1.6 × 10⁻⁻19 കൂളോം അല്ലെ? അതായത് ചാർജിന്റെ യൂണിറ്റ് ആണല്ലോ കൂളോം. ഇനി നമുക്കറിയാം ഏത് ചാർജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും? Q ഈക്വൽ ടു ± NE കറസ്പോണ്ടിങ് ആയിരിക്കും. അതായത് N പറഞ്ഞാൽ എനി വാല്യൂ, അതായത് മീൻസ് 1, 2, 3 ആണ്, ഏത് വാല്യൂ ആവാം. അതേപോലെ എന്ത് നമുക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ±NE എന്നാണ് കൊടുക്കുന്നത്. അതാണ് എന്ത് ഇവിടെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ചാർജസ് എന്താണ് ശരിക്ക്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ അതോ സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ? നമുക്കറിയാം ചാർജസ് എന്താ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിസ്റ്റത്തിൽ ഒരു 10 ചാർജ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചാർജ് തമ്മിൽ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതിൽ തന്നെ നമുക്ക് മേ ബി ഇപ്പം ഒരു 10 5 പോസിറ്റീവ് ചാർജും ഇനി ബാക്കി 5 നെഗറ്റീവ് ചാർജ് ഒക്കെ ആണെങ്കിൽ അത് ഡിഫറെന്റ് വാല്യൂസ് ഉണ്ടാവാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഓരോന്ന് Q1 + Q2 + ഇനി മൈനസ് ആണെങ്കിൽ ജസ്റ്റ് -2 കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ അഡിക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഒരു സിസ്റ്റത്തിലെ നെറ്റ് ചാർജ് നമുക്ക് എന്ത് ഇങ്ങനെ ഓരോ ചാർജ് തമ്മിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ബേസിക് ആണ്, ജസ്റ്റ് എന്നാലും ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്താ? നമുക്കറിയുന്ന കാര്യമാണ് എന്ത്, യൂണിവേഴ്സലി അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചാർജ് എന്താണ്, ഒരു കൺസർവ്ഡ് ക്വാണ്ടിറ്റി ആണ് അല്ലേ?
നമുക്ക് ഒരിക്കലും ഒരു സാധനം കൺസർവ്ഡ് പറഞ്ഞാൽ, അതായത് എനർജി ആവട്ടെ, ഇപ്പൊ നമ്മൾ മൊമെന്റ് ഒക്കെ പഠിക്കുന്നുണ്ട് കൺസർവേഷൻ. അപ്പൊ എന്താണെങ്കിലും ഒരു സാധനം കൺസർവ്ഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കൺസർവ്ഡ് ആണ് എങ്കിൽ, അവിടെ എന്താണ് അവിടുത്തെ, അതിപ്പോ ഇവിടെ ചാർജിന്റെ കാര്യമാണ് പറയുന്നെങ്കിൽ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ എന്ത് ചെയ്യില്ല, പറ്റില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. അത് ചാർജസിന്റെ ട്രാൻസ്ഫർ മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ യൂണിവേഴ്സിൽ ചാർജസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ചാർജസിനെ നമുക്ക് നശിപ്പിക്കാനോ കഴിയില്ല. എന്ന് മാത്രമേ പറ്റുള്ളൂ, അവിടെ ചാർജിന്റെ ട്രാൻസ്ഫർ മാത്രമേ പോസിബിൾ ഉള്ളൂ. ഓക്കെ, അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ ഡിക്കേന്റെ കേസിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ ആ പ്രോസസ്സിലൊക്കെ നമ്മളിപ്പോ പ്രത്യേകിച്ച് പാർട്ടിക്കിൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇതിന്റെ അതായത് ഓരോ പാർട്ടിക്കിൾ ഡീക്കെ വെച്ചുകൊണ്ടൊക്കെ നമ്മൾ ഈ ചാർജിന്റെ കൺസർവേഷൻ അവിടെ പഠിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവിടെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്, അവിടെ ചാർജിന്റെ കൺസർവേഷൻ ആണ് അവിടെയൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ആ പ്രോസസ്സ് നടക്കോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഒരു മെത്തേഡ് ചാർജിന്റെ കൺസർവേഷൻ വെച്ചാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഡിഫറെന്റ് ഫ്രെയിംസ് എടുത്ത്, ഏത് ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഒരു മോഷനിൽ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസ് എടുത്താലും അതിന്റെ ചാർജ് എന്താണ്, അവിടുത്തെ ചാർജ് ഇൻവേരിയന്റ് ആണ്. അതായത് ചാർജ് ഓരോ ഡിഫറെന്റ് ഫ്രെയിംസ് എടുത്താലും അവിടെ ചാർജ് വേരി ചെയ്യില്ല. അതായത് ചാർജ് എന്താണ്, ഇൻവേരിയന്റ് അണ്ടർ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ചാർജ് ഇൻവേരിയന്റ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം മാസ് നമ്മൾ ഇൻവേരിയന്റ് ആണോ? ഡിഫറെന്റ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ മാസ് ഇൻവേരിയന്റ് ആണോ? അല്ല. നമ്മൾ റിലേറ്റിവിറ്റിന്റെ കാര്യം നമ്മൾ പഠിക്കും. അവിടെ നമുക്കറിയാം മാസിന് സ്പീഡ്, ലൈറ്റിന്റെ അല്ലെങ്കിൽ സ്പീഡിനനുസരിച്ച് മാസിൽ വേരിയേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പം നമ്മൾ എന്തായാലും അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിന്റെ ആപ്ലിക്കേഷൻ അവിടെ പഠിക്കും എന്തായാലും. ഇനി അടുത്തത് നമുക്കറിയാം ചാർജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഒക്കെ പഠിക്കുന്നുണ്ടാവും ഇല്ലേ? അതായത് നമുക്ക് മേ ബി ഒരു ആദ്യമൊക്കെ പഠിക്കുന്നുണ്ടാവും, എന്താ പറയാ, ചാർജിനെ ഇൻഡ്യൂസ് ചെയ്യണത്. അതായത് ഒരു സിൽവറിന്റെ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു പൈപ്പ് കൊണ്ടൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് ചെയ്യും, ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതായത് ചാർജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ മെത്തേഡിലൂടെ? കണ്ടക്ഷൻ മെത്തേഡിലൂടെ അതുപോലെ ഇൻഡക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ചാർജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ അടുത്ത നമുക്കറിയാം ചാർജസ്, ഒന്നിലധികം ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമല്ലോ? ഇന്ററാക്ട് ചെയ്യും. അതായത് രണ്ട് ഈക്വൽ ചാർജസ് ആണെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അതേപോലെ അൺലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇവിടെ നമുക്ക് അവിടെ എന്തായാലും ഒരു രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഫോഴ്സ് ഡിഫൈൻ ചെയ്യണ ഏത് ലോ വെച്ചാണ്? നമ്മുടെ കൂളംസ് ലോ വെച്ചാണ് ചാർജസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഇന്ററാക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ചാർജസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നോക്കുക. കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു പോവുക. ഇനി പ്രത്യേകിച്ച് ഇനി ഇതിനു വേണ്ടി എന്ത് ചെയ്യണ്ട, സമയം കളയണ്ട. കാരണം ഇനി ഏത് പോയിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇതിലെ 35-ാമത്തെ ചോദ്യം ഒന്ന് നോക്കൂ. അതായത് ഇത് കഴിഞ്ഞ, അതായത് 2 മാസം മുമ്പ് നടന്ന HSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. 35-ാമത്തെ ചോദ്യം ഒന്ന് എന്താ അതിന് ആൻസർ തരാം? 1 കൂളോം എന്ന ചാർജിൽ ഏകദേശം എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? അതായത് എങ്ങനെ ചെയ്യാം? പറഞ്ഞത് ശരിയാണ്. 6 × 10⁻⁹. അതാണോ? C ആണോ വരിക? അല്ലല്ലോ, തെറ്റിക്കരുത്. ഒരു മാർക്കാണ് പോകുന്നത്. ഒരു മാർക്കല്ല, നെഗറ്റീവും പോവില്ലേ, 0.3 പോവും. ശരിക്കും നോക്കുക എങ്ങനെ ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ച റിലേഷൻ എന്താ? Q എന്ന് പറഞ്ഞാൽ എന്താണ്? Q is equal to N × E എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതിൽ നമുക്ക് ഇവിടെ N 1 ആയിട്ട് എടുത്താൽ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? N ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? N എന്ന് പറഞ്ഞാൽ എന്ത് വരും? N is equal to
Q/E അല്ലേ? E ആണ്. ഇനി ഇവിടെ നോക്കുക കൂളം, ഇവിടെ എത്ര ചാർജ് തന്നിട്ടുള്ളത്? 1 കൂളം അല്ലേ? നിങ്ങൾ ആലോചിക്കുക 1 കൂളം എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ കേട്ടോ, ചെറിയ വാല്യൂ ഒന്നല്ല, 1 കൂളം. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതായത് N is equal to 1 divided by ഇന്റെ വാല്യൂ എത്ര? 1.6 ഇൻറ്റു നമ്മളിപ്പോ ആ ഫുൾ വാല്യൂ 1.02 പറഞ്ഞാൽ അങ്ങനെ 602 ആണ് എഴുതുന്നു വേണ്ട, 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19. കേൾക്കുന്നുണ്ടോ? ഹലോ, നെറ്റ് ഒന്ന് കട്ട് ചെയ്താണ്. ഹലോ, ഓഡിബിൾ അല്ലേ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇതിൽ നിന്ന് ചോദ്യം വന്ന രീതി മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ബേസിക് ആയ കാര്യങ്ങളെ ഇത് ചോദ്യം വരാനുള്ള ചാൻസ് ഉള്ളൂ, അല്ലാണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഓക്കെ. ഇനി അടുത്തത് മെയിനായിട്ടുള്ള കൂളോംസ് ലോ. എന്താണ് കൂളോംസ് ലോ പറയുന്നത്? അതായത് ചാർജസ് തമ്മിൽ എന്തുണ്ടാവും? ചാർജസ് കൂളംസ് ലോയിൽ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത് ഏതിന് അനലോഗാണ്? ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ പഠിക്കുന്നുണ്ട് ഇല്ലേ? അതായത് F=G(m)/r². അതിന് സിമിലർ ആയിട്ട് തന്നെയാണ്, അതിന്റെ ഏകദേശം അനലോഗ് ആയിട്ട് വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു നിയമമാണെന്ത്? കൂളംസ് ലോ എന്ന് വരുന്നത്. മേ ബി ഇതൊക്കെ ഇതൊക്കെ പറയാൻ കാരണം ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കാം. ഓക്കെ, അതായത് ഏതിന് അനലോഗാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോന് ലോ ഓഫ് ഗ്രാവിറ്റേഷന് അനലോഗ് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ നിയമം ഏതാണ്? ഓപ്ഷൻ എ കൂളംസ് ലോ, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ഗോസ് ലോ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, ഇതൊക്കെ ബേസിക് പോയിന്റ് ആണ്, ഇതൊക്കെ ഓർത്ത് വെക്കുക. അതായത് കൂളംസ് ലോ ആണെന്ത്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന് അനലോഗ് ആയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, ഇപ്പൊ ഗ്രാവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റിന്റെ പ്രോപ്പർട്ടി എന്താ? മെയിൻ ആയിട്ട് നമുക്കറിയാം, ഗ്രാവിറ്റി എല്ലാ സമയത്തും എന്താ? അട്രാക്റ്റീവ് നേച്ചറാണ് കാണിക്കുക അല്ലെ? അല്ലാതെ ഗ്രാവിറ്റി എപ്പോഴെങ്കിലും റിപ്പൾസീവ് ആയിട്ട് കാണോ? ഇല്ലല്ലോ. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എല്ലാ സമയത്തും അട്രാക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അതായത് അത് അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ റിപ്പൾസീവും ആവാം. ഇത് മേ ബി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിന്റെ നിയമം എന്താ പറയുന്നത്? കൂളംസ് ലോ എന്താ പറയുന്നത്? ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജ് ഈസ്, അതായത് രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലാ? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of the charges and inversely proportional to the square of the distance between them. ഓക്കെ, അതായത് ഒന്നുമില്ല, രണ്ട് പോയിന്റ് ചാർജസ്, അതിൽ ഇപ്പൊ ഇവിടെ രണ്ട് പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജ് ഇവിടെ വെച്ചു, ഇനി വേറൊരു പോയിന്റ് ചാർജ് ഇവിടെ വെച്ചു, ഇനി
ഇവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്ത് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ആറിനല്ല, ആറിന്റെ സ്ക്വയറിനാണെന്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പിന്നെ നമുക്കറിയാം ഇത് ഇങ്ങനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊടുക്കുമല്ലോ, കൊടുക്കും. അപ്പൊ ഇവിടെ കൊടുക്കുന്ന കോൺസ്റ്റന്റ് എന്താ? അവിടെ എന്താ കൊടുക്കുക? നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുക എന്താ? എഫ് ഈസ് ഈക്വൽ ടു 1/4π ε0 Q1 Q2/R². ഓക്കെ, അപ്പൊ ഇതിൽ 1/4π എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? നമ്മൾ അല്ലെങ്കിൽ ജനറലി കെ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാൻ ചാർജിന്റെ ചാർജ്, അതുപോലെ Q2 രണ്ടാമത്തെ പോയിന്റ് ചാർജ്, R എന്നുള്ളത് ആ രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ്. ഇത് എന്തിനു സിമിലറാ? നമ്മൾ ന്യൂട്ടന്റെ ഇതിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ G(m1m2/r²) എന്നുള്ള ആ ഒരു ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ ഉണ്ട് ഫോഴ്സിന്റെ, അതിന് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഇവിടെ കോൺസ്റ്റന്റ് കെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരും? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വരും. പിന്നെ അതുപോലെ ഇവിടെ മാസുകളാണ് M1 M2 വന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ചാർജസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ആറും ഇതൊക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അവ തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഇതൊക്കെ ഇതിൽ നിന്ന് ചോദ്യം വരാനുള്ള ഒരു ഫോർമാറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഏത് ആ ഇൻവേഴ്സ് സ്ക്വയർ റിലേഷൻ ആണ് വരുന്നത്. അതായത് ഇവിടുത്തെ ഫോഴ്സ് എന്നുള്ളത് എങ്ങനെ? അതായത് ഒന്നെങ്കിൽ ചോദിക്കാം 1/r പ്രൊപ്പോർഷണൽ ആണോ? ഇത് ശരിയാണോ? അല്ല. എന്താ വരിക? എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണോ? അതും അല്ല. അല്ലെങ്കിൽ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R² ആണോ? അല്ല. ഇതിൽ ഏതാ ശരി? എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². ഓക്കെ, അതായത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണെന്ത് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കോളംസ് ലോയിലും നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്, എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². പിന്നെ നമുക്ക് ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ആ ബേസിക് ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചാർജ് തമ്മിൽ എന്ത് ചെയ്യാം? മേ ബി ചാർജിന്റെ വാല്യൂ ഡബിൾ, ഇപ്പൊ 1 കൂളം ഉള്ള ചാർജ് 2 കൂളം ഡബിൾ ആക്കി. അതേപോലെ അത് നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ആ ജസ്റ്റ് എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്, അതായത് എഫ് ഈസ് ഈക്വൽ ടു 1/4π ε0 Q1 Q2/R². ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. അതിൽ എഫ് എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? ഓക്കെ, പിന്നെ Q1 Q2 പറഞ്ഞാൽ ചാർജ്, ദെൻ R എന്നുള്ളത് അവ തമ്മിലുള്ള സെപ്പറേഷൻ. ഇവിടുത്തെ ε0 പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, 8.85 × 10⁻⁻12. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ടത് ഇതിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ സിലബസിൽ യൂണിറ്റ് കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുകയാണെങ്കിലും അതിന്റെ യൂണിറ്റും അതുപോലെ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് ചെയ്യുക? ജസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ε0ന്റെ യൂണിറ്റ് എങ്ങനെ ഇത് വന്നത്? C² n ഇൻവേഴ്സ് m⁻². ഇത് എങ്ങനെ വന്നത്? ഇത് കണ്ടുപിടിക്കാനൊക്കെ അറിയില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് തീർത്ത് പോവാം. അതെങ്ങനെ കണ്ടുപിടിച്ചത്? നമുക്ക് ഇവിടെ അതെ, ഇവിടെ ഇക്വേഷനിൽ അതായത് എഫ് ഈക്വൽ 1/4π ε0 Q1 Q2/R² ആണല്ലോ. ഇതിൽ നിന്ന് ε0 പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ε0 എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിന്റെ ടേം അടി പോവും ഇല്ലേ? അതായത് 1/4π പിന്നെ എഫ് Q1 Q2/R². പിന്നെ നിങ്ങൾക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? ε0ന്റെ ഇക്വേഷൻ കിട്ടി. പിന്നെ നേരെ എന്ത് ചെയ്യുക? ഇവിടുത്തെ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ പോരെ? നമുക്കറിയാം Q1ന്റെ യൂണിറ്റ് എന്താ? കൂളംബ് അല്ലേ? അപ്പൊ കൂളം. അതുപോലെ Q2ന്റെ എന്ത് തന്നെയാണ്? കൂളം. അപ്പൊ C × C² എന്ന് വരും. അതേപോലെ ഡിവൈഡഡ് ബൈ പിന്നെ എഫിന്റെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സ് പറഞ്ഞാല് ന്യൂട്ടൺ ആണ്. ഓക്കെ, ദെൻ
ആർ സ്ക്വയർ, ആറ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ. അപ്പൊ മീറ്റർ സ്ക്വയർ എന്ന് വരും. പിന്നെ ഇതിനൊക്കെ മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും, മുകളിൽ സി സ്ക്വയർ, ഈ താഴത്തുള്ള എൻ മുകളിലേക്ക് പോകുമ്പോൾ എൻ റേസ് ടു -1, ദെൻ താഴത്തുള്ള എം സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോൾ എം റേസ് ടു -2. അപ്പൊ ഇതാണെന്ത്, ഇങ്ങനെയാണ് ആ യൂണിറ്റ് കിട്ടിയത്. അപ്പൊ ഇതൊന്ന് കാണാപ്പാണ് പഠിക്കണ്ട, നിങ്ങൾക്ക് അറിയുന്ന കൂളംസ് ലോയുടെ ബേസിക് ഇക്വേഷൻ മാത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. അതിൽ നിന്ന് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഡിറൈവ് ചെയ്താൽ മതി. നിങ്ങൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, അല്ലാണ്ട് ഓരോ പോയിന്റ് ഇങ്ങനെ കാണാപ്പാണ് പഠിക്കൊന്നും വേണ്ട. ഓക്കെ. പിന്നെ ഏതായാലും ഈ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എപ്സിലോൺ സീറോയുടെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് പ്രോബ്ലം ചോദിക്കാറൊന്നുമില്ല, ഇത് ജസ്റ്റ് ഈ വാല്യൂ ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അതായത് 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂ പറഞ്ഞാൽ 9 ഇൻറ്റു 10⁻9 ആണെന്ത് അതിന്റെ ആ വാല്യൂ. അത് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്, കെ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണെന്ത് നമ്മുടെ കൂളംസ് ലോന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ. ഇനി അടുത്തത്, പിന്നെ നമുക്കറിയാം റിപ്പൾസീവ് ആവുക എപ്പോഴാണ്, Q1 Q2ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോഴല്ലേ ഫോഴ്സ് റിപ്പൾസീവ് ആവുക. കാരണം എന്താ, Q1 Q2 ഗ്രേറ്റർ ദാൻ 0 ഏത് സമയത്താവുക, രണ്ട് ചാർജ് മൈനസ് വന്നു. രണ്ട് മൈനസ് വന്നാൽ നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരിക, പോസിറ്റീവ് വാല്യൂല് വരിക. അതേപോലെ രണ്ട് പോസിറ്റീവ് വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാ കിട്ടുക, പോസിറ്റീവ് തന്നെയാണ് കിട്ടുക. അതായത് ചുരുക്കി പറഞ്ഞാൽ രണ്ട് നമ്മുടെ ഇവിടുത്തെ ഫോഴ്സ് റിപ്പൾസീവ് ആണ് എങ്കിൽ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, അതായത് Q1 Q2 എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. കാരണം എന്താ, രണ്ട് നെഗറ്റീവ് ചാർജ് ആണ് എങ്കിൽ, അതായത് ലേക്ക് ചാർജസ് വരികയാണെങ്കിൽ അവിടെ റിപ്പൾസീവ് ആവും. കാരണം അവിടുത്തെ ഫോഴ്സ് എന്താണ്, അവിടെ എന്താ പറയാ, റിപ്പൾസീവ് നേച്ചറാണ് കാണിക്കുക. അതിന്റെ റിലേഷൻ Q1 Q2 ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് Q1 Q2 ലെസ് ദാൻ 0 ആണെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, ഒരു മൈനസ് ചാർജും ഒരു പ്ലസ് ചാർജും, ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്താ വരിക, നെഗറ്റീവ് അല്ലേ വരിക, മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അപ്പം മൈനസും പ്ലസ് വന്നാൽ മൈനസ്, അതുകൊണ്ട് എന്താണ്, അത് അട്രാക്റ്റീവ് നേച്ചറാണ് കാണിക്കുക. ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ വെക്ടർ ഫോം ആണ് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇതും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അതായത് നമുക്കറിയാം ഈ കൂളം ഫോഴ്സ് എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അതായത് അതിന്റെ ഡയറക്ഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത്, ഇപ്പൊ രണ്ട് പോയിന്റ് ചാർജസ്, ഇപ്പം Q1 Q2 ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ത്, R12 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ ഇവിടുത്തെ ഫോഴ്സ് F12 എന്ന് പറഞ്ഞാൽ, അതായത് നമുക്കറിയാം ഈ Q1ൽ ഉണ്ടാക്കുന്ന ചാർജ്, F12 പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ ഒന്നാമത്തെ ചാർജിൽ രണ്ടാമത്തെ ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന കൂളം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F12 പറഞ്ഞാൽ 1/4πε0 Q1 Q2 R² R21. ഇതെന്താ R21 ക്യാപ്പ് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, R21 ക്യാപ്പ്. കാരണം എന്താ വെച്ചിട്ട് വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. അതേപോലെ നമുക്ക് എന്ത്, ഇപ്പൊ സപ്പോസ് രണ്ടാമത്തെ Q2, അതായത് F21 ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താ എഴുതാൻ പറ്റുക, 1/4πε0 Q1 Q2 R² R12 എന്നാണ് അവിടുത്തെ യൂണിറ്റ് വെക്ടർ വരിക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതേപോലെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, നമ്മൾ വെക്ടേഴ്സിന്റെ കാര്യമൊക്കെ പഠിക്കുന്നുണ്ട്. അതായത് R12 എന്ന് പറഞ്ഞാൽ, R12 വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -R21 എന്നൊക്കെ എഴുതിക്കൂടെ, അല്ലെങ്കിൽ R12 ക്യാപ്പ് ഈക്വൽ ടു -R21 ക്യാപ്പ് എന്നൊക്കെ എഴുതാൻ പറ്റും. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അതായത് F12 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ തന്നെയാണ്, -F21 ഈക്വൽ ആണ്. ഇതെന്ത് നിയമമാണ്, ഇത് എന്ത് കറസ്പോണ്ടിങ് ആ, F12 ഈക്വൽ ടു -F21. ഇതെന്താ സംഭവം, നമ്മുടെ കൂളം ഫോഴ്സ് എന്തിന് സിമിലർ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് ലോ ഒബേ ചെയ്യുന്നുണ്ട്, ഇത് നോക്കുക. ഇതെന്താ സംഭവം, F12 ഈക്വൽ ടു -F21. ഇതെന്താ നമ്മൾ പഠിക്കുന്നില്ലേ, അതായത് ന്യൂട്ടന്റെ തേർഡ് ലോന് ഈക്വൽ അല്ലേ, സിമിലർ അല്ലേ. അപ്പൊ ഇതൊരു കോൺസിക്വൻസ് ആണ്. അതായത് കൂളംസ് ലോ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വെക്ടർ ഫോം ഡിഫൈൻ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്ത് നമുക്ക് കിട്ടുക. അതായത് F12 പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്, -F21. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താ, ഇലക്ട്രിക് ഫീൽഡ്
ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു യൂണിറ്റ് ചാർജിനുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിൽ അക്രോസ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയാ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻ സ്പേസ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. അതായത് ഒരു പോയിന്റിൽ എന്തായാലും ഇവിടെ ഫോഴ്സ് ഉണ്ട് പറഞ്ഞു, ഈ ഫോഴ്സ് ഒരു യൂണിറ്റ് ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സപ്പോസ് ജനറലി പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഏരിയ അല്ലെങ്കിൽ എവിടേക്ക് അതിന്റെ സ്വാധീനം വരുന്നുണ്ട്, ഓക്കെ, ആ റീജിയനെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും, അവിടുത്തെ ഫീൽഡ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ്, എഫ് ബൈ ക്യൂ അല്ലേ, ഇവിടെ എഫ് എന്താ, ഓൾറെഡി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ത് തന്നെയാണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതേസമയം ക്യൂ എന്തല്ല, വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ചാർജ് എന്നുള്ളത്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താ, നിങ്ങൾ തന്നെ പറയാം. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് കാണാപ്പാടം പഠിക്കേണ്ട, ജസ്റ്റ് എന്താ ചെയ്യുക, എഫ് ബൈ ക്യൂ ആണല്ലോ. എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അതേപോലെ ക്യൂവിന്റെ യൂണിറ്റ് കൂളം. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും എന്താ, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ കൂളംബ് ആണെന്ത് ഇതിന്റെ യൂണിറ്റ്. അതേപോലെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും, വോൾട്ട് പെർ മീറ്റർ എന്ന് എഴുതാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിനി വരുന്നുള്ളൂ. നമ്മൾ കാരണം പൊട്ടൻഷ്യലിന്റെ കാര്യമൊക്കെ പഠിക്കുമ്പോൾ അവിടെ പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് വോൾട്ട് പെർ മീറ്റർ എന്നുള്ള ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ യൂണിറ്റ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഇത് ജസ്റ്റ് ആ ഇക്വേഷൻ നോട്ട് ചെയ്താൽ മതി. എന്താ, ഈക്വൽ ടു 1/4πε0 Q/r². ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4 അല്ലെങ്കിൽ K ഇൻറ്റു Q1 Q2/r² എന്നായിരുന്നല്ലോ. ഇവിടെ ആകെ എന്ത് വ്യത്യാസമുള്ളൂ, നമുക്കറിയാം F/Q ആണ് എന്ത്, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഒരു ക്യൂനെ ഒഴിവാക്കിയ പോലെ, അതായത് എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, ഈക്വൽ ടു K Q/r². പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല, ഇവിടുത്തെ ഒരു ക്യൂ നമുക്ക് എന്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഈക്വൽ ടു KQ/r² ആണെന്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ആ വാക്കിൽ തന്നെ ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്, പറയൂ. അതായത് ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതിന്റെ ആൾജിബ്രായിക് സം ആയിട്ട് എഴുതിക്കൂടെ. അതായത് ഞാനിപ്പോ പറയണത് ആൾജിബ്രായിക് സം എന്ന ആ വാക്ക് ഇമ്പോർട്ടന്റ് ആവട്ടെ. കാരണം നിങ്ങളിപ്പോ ചാർജസ് അല്ലെങ്കിൽ ഫോഴ്സ് F is equal to F1 പ്ലസ് F2 പ്ലസ് F3 അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഫ് അങ്ങനെ എഴുതാൻ പാടില്ല. അതിന്റെ എന്താ പറയാ, വെക്റ്റർ സം ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഇതിന്റെ ഡയറക്ഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലാണ്ട് ചുമ്മാ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്ത് കൂട്ടാൻ പറ്റില്ല. അതായത് ഇവിടെ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ പറയണമൊന്നുമില്ല, ദ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഈ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലും അപ്ലിക്കബിൾ ആണ്. അതേപോലെ പൊട്ടൻഷ്യലും എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ദ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് പോയിന്റ് ചാർജസ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഫോഴ്സസ് എക്സൈറ്റഡ് ബൈ ഈച്ച് ചാർജ് ഇൻഡിപെൻഡന്റ്ലി. അതായത് കുറെ ചാർജസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചാർജസിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ കൂളം ഫോഴ്സ് പറഞ്ഞൂടെ. അപ്പോ ഓരോ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ ഇതിന്റെ ഞാൻ F1 പറഞ്ഞു, ഇതിന്റെ F2 ആണ്. അപ്പം ചാർജസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൂളം ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിന്റെയൊക്കെ ഈ വെക്ടർ അഡീഷൻ ചെയ്താൽ മതിയാവും. അതായത് എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറഞ്ഞാൽ F1 പ്ലസ് F2 പ്ലസ് F3. ഇനി നിങ്ങൾ തന്നെ പറ, എനിക്ക് ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം എന്താ, ഇലക്ട്രിക് ഫീൽഡും എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും,
നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? E1 പ്ലസ് E2 പ്ലസ് E3 എഴുതി കൂടെ? ഇതൊക്കെ വെക്ടേഴ്സ് ആട്ടോ. ഓക്കെ, അതേപോലെ എനിക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ ഇതേപോലെ വെക്ടർ സം ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതിന്റെ ചോദ്യം എക്സാമിൽ വന്നിട്ടുണ്ട്, ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ കാണിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ കാണിക്കാം. എന്തായാലും ഇത് നോക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ E നെറ്റ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3 എക്സെട്ര En. അതേപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കേസിൽ നമുക്കറിയാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, സ്കെയിലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ കൂടി അതെന്ത് കാണിക്കുന്നുണ്ട്, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ കാണിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ വെക്ടേഴ്സിന്റെ സമ്മല്ല, കാരണം ഇത് സ്കെയിലർ ആണല്ലോ. അപ്പൊ ജസ്റ്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൂട്ടിയാൽ മതിയാവും. V നെറ്റ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. അതായത് ഇവിടെ പഠിച്ച 3 കാര്യങ്ങൾ ഏതൊക്കെ? ഒന്ന് നമ്മുടെ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, പിന്നെ ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇത് 3ഉം എന്ത് കാണിക്കുന്നുണ്ട്, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇത് പറയാൻ കാരണം നമുക്ക് എന്ത് എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പൊ ആ ചോദ്യത്തിലേക്ക് പോവാം. ഈ 39ാമത്തെ ചോദ്യം നോക്കൂ. 39ാമത്തെ ചോദ്യം. ഈ ചോദ്യം വന്നത് ലീഗൽ മെട്രോളജിന്റെ എക്സാം നടന്നിരുന്നല്ലോ 2023 ലീഗൽ മെട്രോളജി. അതിലെ ചോദ്യമാണ് ഈ 39, 40 ഒക്കെ. ഈ 39 എന്താ വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഡസ് നോട്ട് ഒബേ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ? കാണുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കും. പറയും എന്താണ് വരിക? സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാത്ത ക്വാണ്ടിറ്റി ഡസ് നോട്ട് ഒബേ എന്നാ പറഞ്ഞത്. ഏതാ വരിക? ഡി ആണ് അല്ലേ? കാരണം എന്താ, നമുക്കറിയാം ഇലക്ട്രിക് ഫോഴ്സ് ഒബേ ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഒബേ ചെയ്യുന്നുണ്ട്, അതായത് വി നെറ്റ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് പഠിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്തല്ല, അത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. കാരണം അത് നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് പഠിക്കുന്നുണ്ട് എന്തായാലും. കാരണം ഇതിന്റെ എനർജി വരുന്നത് E² പ്രൊപ്പോർഷണൽ ആയിട്ടൊക്കെയാണ് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്ത് വരിക, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിന്റെ വാല്യൂ വരുന്നത്. അതായത് നമുക്കറിയാം എന്തായാലും ഇപ്പം A+B² എന്ന് പറഞ്ഞാൽ, A+B² പറഞ്ഞാൽ ജസ്റ്റ് A² പ്ലസ് B² ആണോ? അല്ലല്ലോ. A² പ്ലസ് B² പ്ലസ് 2AB എന്നുള്ള ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിന്റെ ടേംസ് എടുക്കുമ്പോൾ അവിടെ E² പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോ എന്ത് E1² പ്ലസ് അല്ലെങ്കിൽ E1 പ്ലസ് E2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിന് ഈക്വൽ അല്ല? E1² പ്ലസ് E2² ഈക്വൽ ആണോ? E1 പ്ലസ് E2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ E1² പ്ലസ് E2² ഈക്വൽ ആണോ? അല്ലല്ലോ. കാരണം എന്താ, അത് ലീനിയർ ആയിട്ട് വരുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഇത് ഒബേ ചെയ്യുന്നില്ല. അപ്പൊ റീസൺ മനസ്സിലാക്കുക. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്നുള്ളത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഏത് ടേം ആണെങ്കിലും അതിന്റെ 2 ടേംസ് തമ്മിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടൂല, ഇങ്ങനെ. അതായത് E1 പ്ലസ് E2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നോട്ട് ഈക്വൽ ടു എന്താണ്, E1² പ്ലസ് E2² ആണ്. അതായത് ഇതെന്ത് വയലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് എന്ത് ഒബേ ചെയ്യുന്നില്ല? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. ഓക്കെ, അപ്പോൾ നോക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് എന്ത് എങ്ങനെ വന്നാലും ഈ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി ഈ 40ാമത്തെ ചോദ്യം എന്താ വരിക? 40 ഇതൊക്കെ PYQ കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത് പഠിക്കുമ്പം ടെക്സ്റ്റ് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടൂല ഏതൊക്കെ വരാമെന്നുള്ളത്. PSC ചോദിക്കുന്ന ഇങ്ങനത്തെ ഈ ലെവലിലുള്ള ചോദ്യങ്ങളാണ്. ഇതിന്റെ എന്താ വരിക? എ കണ്ടക്ടിങ് സ്ഫിയർ ക്യാരീസ് എ ചാർജ് Q. ഓക്കെ, ഒരു കണ്ടക്ടിങ് സ്ഫിയർ ഒരു Q പറഞ്ഞ ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. ദ വർക്ക് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ഓൺ ദ സർഫസ് ടു എ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. അതായത് ഒരു കണ്ടക്ടിങ് സ്ഫിയർ ഉണ്ട്, അതിൽ ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ചാർജിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയുള്ള ചാർജിനെ എനിക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റണം. അങ്ങനെയെങ്കിൽ ഞാൻ എത്ര വർക്ക് ചെയ്യണം? അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്നാലും പഠിച്ചിട്ട് ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ എന്താ ആൻസർ വരിക? ഒരു കണ്ടക്ടിങ് സ്ഫിയർ ആണ് എങ്കിൽ അത് എന്ത് തരം സർഫസാ?
നിങ്ങൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് പഠിച്ചിട്ടില്ലേ? ഒരു കണ്ടക്ടിങ് സ്ഫിയർ എന്താണ് ശരിക്ക്? കണ്ടക്ടിങ് സ്ഫിയർ എന്താണ്? ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, അവിടുത്തെ ഇക്യു പൊട്ടൻഷ്യൽ പറഞ്ഞ ആ വാക്കിൽ തന്നെ ഉണ്ട്. ഇക്യു പറഞ്ഞ ഈക്വൽ, പൊട്ടൻഷ്യൽ പറഞ്ഞാൽ അവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ്? ഈക്വൽ ആണ് വരിക അല്ലേ? അതായത് അവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ല എങ്കിൽ അവിടെ പ്രത്യേകിച്ച് വർക്ക് ഇടേണ്ട ആവശ്യമുണ്ടോ? അവിടെ വർക്ക് എന്താ വരിക? 0 അല്ലേ വരിക അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? സാറേ അതിന്റെ നോട്ട് കിട്ടുമോ? PDF ഉണ്ടാവോ? ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഈസ് ഓൾവേസ് 0. ഓക്കെ, അപ്പൊ റീസൺ ഞാൻ പറഞ്ഞു. അതായത് ഇതെന്താണ്? ഒരു കണ്ടക്ടിങ് സ്ഫിയർ ആണ് എങ്കിൽ അത് എന്തിന് കറസ്പോണ്ട്, അത് എന്താണ് സംഭവം? അത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അങ്ങനെയെങ്കിൽ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ അവിടെ വർക്ക് എന്താ വരിക? ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ പ്രത്യേകിച്ച് വർക്കിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്നുള്ളത് എന്താണ് വരിക? 0 ആണ്. ഓക്കെ, ഇനി ഇതിന് പകരം വേറെ ഏത് വാല്യൂ തന്നാലും നമുക്ക് എന്ത്, ഇനിയിപ്പോ ഇവിടെ 5 കൂളം ചാർജുള്ള ചാർജിനെ എനിക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് മൂവ് ചെയ്യണം, അങ്ങനെ പറയുകയാണെങ്കിലും നമുക്ക് എന്ത്, അവിടെ പ്രത്യേകിച്ച് വർക്കിന്റെ ആവശ്യമില്ല. ഈസ് ഓൾവേസ് 0. ഓക്കെ, അപ്പൊ അതിന് ആ ഒരു ചോദ്യം കൂടി കാണിക്കാം. ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ വേഗം പറയൂ. 32ാമത്തെ ചോദ്യം. ഒരു ഇക്വി പൊട്ടൻഷ്യൽ പ്രതലത്തിൽ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം 7 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ 5 മെട്രോ കൂളം ചാർജിനെ ചലിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവൃത്തി ഡാഷ് ആയിരിക്കും. യെസ്, മിത പറഞ്ഞ ഉത്തരം ശരിയാണ്. ഏതാണ് വരിക? 0. നിങ്ങൾ നോക്കുക ഈ ചോദ്യം. യെസ്, ശരിയാണ്. റനീസ് പറഞ്ഞ ശരിയാണ്. അതായത് ചോദ്യം വായിക്കുമ്പോൾ ആകെ എന്തോ ഒരു വലിയ ചോദ്യമാണ് തോന്നും അല്ലേ? സംഗതി എന്തേ ഉള്ളൂ, ഇവിടെ ഇവിടുത്തെ 7 സെന്റിമീറ്റർ റെലവൻസ് ഇല്ല. ഇവിടെ 5 അല്ല 50 കൂളം തന്നാലും അല്ലെങ്കിൽ എത്ര ചാർജ് തന്നാലും നമുക്ക് ഇവിടെ അറിയാം ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണോ. അങ്ങനെ നിങ്ങൾ ആദ്യം ആലോചിക്കുക, ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്താണ്? 0 ജൂൾ ആണ് വരിക. ഓക്കെ, അതേപോലെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. ദെൻ അത് നമ്മൾ എന്തായാലും ആ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. എന്തായാലും ഇതിന്റെ ആൻസർ 0 ജൂൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ 10th ലെവലിന് വന്നതാണോ? ഇത് ഏതിന് വന്നാ അറിയോ ഈ ക്വസ്റ്റ്യൻ? ഇത് നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ വന്നതാണ്. 2016 നടന്ന HSA ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞത് എന്താ പറയാ, നമ്മുടെ ആ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും, അതായത് ഇങ്ങനെയൊക്കെ ചോദ്യം വരുള്ളൂ എന്നുള്ളത്. ഓക്കെ, അതാണ് ഇതിന്റെ കൂടെ PA കൂടെ പറഞ്ഞു പോകുന്ന അതാണ്, അല്ലാണ്ട് ചുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു, ദെൻ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ആലോചിക്കുക, നേരത്തെ ചോദ്യം നിങ്ങൾ മൈൻഡിൽ വരണം. ഫോഴ്സ്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇത് മൂന്നും സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ റിയൽ ലൈഫിൽ, റിയൽ വേൾഡ്
ഓക്കെ, ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കാര്യം പറഞ്ഞത് അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്. അതേപോലെ നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടാവുക, റേഡിയലി ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ? അതായത് ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങനെ വരിക, റേഡിയലി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഓക്കെ, അതേപോലെ നമുക്കറിയാം ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, അതായത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെ നടക്കുന്ന എങ്ങനെ വരിക, അവിടെ റേഡിയലി ഇൻവേർഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ് ആണ് വരുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിലോ, പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് വരികയാണെങ്കിൽ എങ്ങനെ വരിക ഡയറക്ഷൻ? ഇതാ ഇതിപ്പോ ഞാൻ ഒരു പോസിറ്റീവ് എടുത്തു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു നെഗറ്റീവ് ഇവിടെ ഞാൻ വെച്ചു. ഇനി എങ്ങനെ ഇതിന്റെ ഡയറക്ഷൻ വരിക? അതായത് നമുക്കറിയാം ഇത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്ത്, നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ ഫീൽഡ് ലൈൻസ് വരിക. ഇവിടെ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് വരക്കേണ്ടത്. അപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, എന്തായാലും രണ്ട് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം തമ്മിൽ എന്ത് അട്രാക്ട് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇനി എന്ത് സെയിം ചാർജസ് ആണെങ്കിൽ ഇവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക അല്ലെ? അതായത് സെയിം ആണ്, ഇപ്പൊ ഇത് രണ്ടും സെയിം ആണ് എങ്കിൽ രണ്ട് സെയിം ചാർജസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുക, ഇതിന്റെ ഡയഗ്രം എങ്ങനെ വരും, ഇവിടെ വരുന്നത് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്ത് കണ്ടാണ് പോവുക. ഓക്കെ, ഇവർ തമ്മിൽ റിപ്പൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പുറത്തേക്ക് ആരോ മാർക്ക് കൊടുക്കുക. ഓക്കെ, റേഡിയലി ഔട്ട്വേർഡ് ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡയഗ്രം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതും ഇതേപോലെ ഏതോ ഒരു എക്സാമിന്, ഇനി ഡിഗ്രി സാധാ ഡിഗ്രി ലെവൽ എക്സാമിനാണോ അറിയില്ല, അതായത് ഇവിടെ എന്ത് ചെയ്തു, രണ്ട് ചാർജസ് ഇവിടെ ജസ്റ്റ് Q1 Q2 പറഞ്ഞ് കൊടുത്തു, ഒരു ചിത്രം കൊടുത്തു. ഇപ്പൊ ഇത് Q1 Q2 ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രം തന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ ഈ Q1 Q2 എന്താണ്, പോസിറ്റീവ് ആണോ അത് രണ്ടും നെഗറ്റീവ് ആണോ, എന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഇതിന് ആൻസർ വരിക, ഇവിടെ ആരോ മാർക്ക് രണ്ടും പുറത്തേക്കല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും എന്താ, Q1 അതുപോലെ Q2 എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടും പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇനി ആരോ മാർക്ക് ഉള്ളിലേക്കാണ് വന്നതെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്, നെഗറ്റീവ് ചാർജ് ആണ് പറയാം. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടോ, ഇല്ലല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടോ, ഇല്ല, ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. അതേപോലെ വേറൊരു കാര്യമാണ് എന്ത്, നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തിന് പ്രൊപ്പോർഷനലാ, ചാർജിന് പ്രൊപ്പോർഷണൽ അല്ലേ? അതായത് ഞാൻ പറയാണ്, ഇപ്പൊ 2 കൂളം ചാർജ് ഉണ്ട്, അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എമൗണ്ടും, അതേപോലെ ഞാൻ 10 കൂളം ചാർജിന്റെ പറയാണ്, അപ്പൊ ആ റീജിയണിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചാർജിന്റെ അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതായത് നമ്പർ ഓഫ് ലൈൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ലൈൻസിന്റെ നമ്പർ എന്നുള്ളത് എന്തിന് പ്രൊപ്പോർഷണലാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജിന് പ്രൊപ്പോർഷണലാണ്. അതായത് 2 കൂളം ചാർജ് ഉണ്ടാകുമ്പോൾ സപ്പോസ് ഇപ്പൊ ഒരു 2 ഫീൽഡ് ലൈൻ ഉണ്ട് വിചാരിച്ചോളൂ, അതേസമയം ഞാൻ അവിടെ 10 കൂളം ആണെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ രീതിയിലൊന്ന് ആലോചിച്ചാൽ മതി. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ്, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ.
അതേപോലെ നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇത് ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകുന്നില്ലേ? ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുന്നില്ല. ഏതുപോലെ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തുണ്ടാക്കുന്നില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുന്നില്ല. അതേപോലെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ വരുന്നത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ജസ്റ്റ് കമ്പയർ ചെയ്തെന്നുള്ളൂ. അതേപോലെ എൻ്റെ ഒരു ചോദ്യം, ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ ഫീൽഡ് ലൈൻസ് ഇത് ശരിക്ക് ഒരു മോണോപോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കുന്നുണ്ട്, അത് ഒരിക്കലും മോണോപോൾ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ പോസിബിൾ ആണോ? പോസിബിൾ ആണോ? ചോദ്യം മനസ്സിലായോ? ഹലോ. അതായത് നമ്മുടെ ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അത് മോണോപോൾ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, അത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യൂലേ? എക്സിസ്റ്റ് ചെയ്യും. ഇല്ല, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഇപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് മാത്രമാണ് എങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് അതെന്ത് ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ എക്സിസ്റ്റ് ചെയ്യാൻ എന്താ പറയാ ചാൻസ് ഉണ്ട്. അതേസമയം നമുക്കറിയാം നമ്മുടെ നമ്മുടെ മാഗ്നറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് സൗത്ത് പോള് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നോർത്ത് പോൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ സൗത്ത് പോൾ മാത്രമായിട്ടോ എക്സിസ്റ്റ് ചെയ്യില്ല. അത് നമ്മൾ പഠിക്കുന്നതാണ്. മാഗ്നറ്റ്സ് ഒരിക്കലും എന്ത് കാണിക്കുന്നില്ല? മോണോപോൾ കാണിക്കുന്നില്ല. അത് എന്താ ഡൈപോളായിട്ട് നിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇനി ഇത് പറയാൻ കാരണം നമുക്ക് എന്ത് ഈ കഴിഞ്ഞ എക്സാമിന് ഇതിൽ നിന്ന് ചോദ്യം വന്നിരുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി ചോദിച്ചിരുന്നു. അതിന്റെ ആൻസർ എന്താ വരിക? 58ാമത്തെ ചോദ്യം. 58. ഇത് കഴിഞ്ഞ KW ലാബ് എക്സാമിന് ചോദിച്ചതാണ്. എന്താ ആൻസർ വരിക? Among the following statements about electric field lines, select the correct option. നമുക്കിത് ശരിയായതാണ് തെരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ പറ. ഒന്നാമത്തെ പോയിന്റ് എന്താ? യെസ്, ശരിയാണ്. ഒന്നാമത്തെ എന്താ? ദേ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഇൻ നെഗറ്റീവ് ചാർജ്. ഒന്നാമത്തെ പോയിന്റ് കറക്റ്റ് അല്ലേ? ശരിയാണ്. ഇനി രണ്ടാമത്തെ എന്താ? ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെന്താണ്? ശരിയാണ്. മൂന്നാമത്തെ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്സ്. അതും ശരിയല്ലേ? അത് 3 കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് എന്താ? ഓപ്ഷൻ ഡി. അപ്പൊ നിങ്ങൾ നോക്കുക, കണ്ടപ്പോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് എക്സാമിന് ഇപ്പൊ എന്ത് ഈ രീതിയിൽ കൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ചോദ്യം വരാം. അതുപോലെ പ്രോബ്ലം നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വന്നല്ലോ, അതേപോലെ അങ്ങനെ ചെറിയ പ്രോബ്ലംസും വരാം. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ കാര്യം, അത് ശരിക്കും എന്താണ്? ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അതെന്തായാലും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടും അല്ലെങ്കിൽ ബേസിക് ലെവലൊക്കെയാണ് ചോദ്യങ്ങൾ മിക്കതും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി. അപ്പൊ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇനി അടുത്തത് ഇതിന്റെയൊക്കെ ഇക്വേഷൻ പഠിച്ചാൽ മതിയാവും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി, ജസ്റ്റ് ഇതിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞു വെക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി U = 1/4πε0 Q1 Q2 R. ഈ ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് നോക്കുക, നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വന്നിരുന്നത്? 1/4πε0 Q1 Q2 R² ആണ്. ഇവിടെ നോക്കുക, ഇതിന്റെ റിലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തിന് പ്രൊപ്പോർഷനിലാണ്? ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്തിന് പ്രൊപ്പോർഷനിലാ? U ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R ആണ്. ഇവിടെ നോക്കുക, ഒരു ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ആ റിലേഷൻ കൂടി ഓർത്ത് വെക്കുക. അതായത് U ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. നമ്മൾ നേരത്തെ പഠിച്ച കൂളം ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R² ആണ്. ഓക്കെ, അതേപോലെ നേരത്തെ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് എന്തിന് പ്രൊപ്പോർഷനിലാ? R-ന് പ്രൊപ്പോർഷനിലാണോ? ആണോ? അതോ R² പ്രൊപ്പോർഷനിലാണോ? എന്താ വരിക? നമ്മൾ പഠിക്കുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R².
അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഗ്രാഫൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? ഇതിപ്പോ ഗ്രാഫിക്കലായിട്ട് ചോയ്സ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനൊക്കെ ഗ്രാഫ് തരും. അത് ഇതിന്റെ ഗ്രാഫാണോ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, ഏത് ടേം ആണെന്നുണ്ടെങ്കിലും ഒരു ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ആ വേരിയബിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിന്റെ ഡയറക്റ്റോ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി നോക്കുക. അത് മേ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവാം, അതേപോലെ ഇൻവേഴ്സ്ലി ആവാം, അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ നോക്കുക. ദെൻ ഇതിന്റെ ഗ്രാഫ് ഇത് വെച്ചാൽ എന്ത് ചെയ്യാം, ഗ്രാഫിക്കലി നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിന്റെ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. യു ഈക്വൽ ടു 1/4πε0 Q1 Q2/R. ഇനി അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞ എന്തേ ഉള്ളൂ, അതായത് അവിടുത്തെ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണെന്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. V ഈക്വൽ ടു W/Q. ഓക്കെ, അതായത് ഒന്നുമില്ല, നമ്മളിപ്പോ എന്താ ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ആക്സിലേറ്റ് ചെയ്യാണ്ട് കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ട എമൗണ്ട് ആണെന്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. V ഈക്വൽ ടു W/Q. ഓക്കെ, W പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്, Q എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെസ്റ്റ് ചാർജ്. അതുകൂടി പറയാം, അതായത് ഒരു ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ഇൻ ബ്രിങ്ങിങ് എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അതായത് എനിക്കിപ്പോ ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കുക, അത് ഇവിടുത്തെ ചാർജ് Q ആണ് എങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത്, അതായത് ഞാൻ ഈ ഒരു പോയിന്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഏതാണോ പോയിന്റ് ആ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടി ഞാൻ എത്രമാത്രം വർക്ക് ചെയ്യണം, ആ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണെന്ത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ് എന്ത് പറയാ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാ. ജസ്റ്റ് ഈ ഡെഫിനിഷൻ ഒന്നും ഓർക്കണമെന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. V ഈക്വൽ ടു W/Q ആണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ? അല്ല, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് ഓർത്ത് വെക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആകുമ്പോൾ അതിന്റെ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നതാണെന്ത് വോൾട്ട് എന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ ഈ ജൂൾ പെർ കൂളം എന്നുള്ള ഇക്വേഷൻ എങ്ങനെയാ വന്നത്, അതെങ്ങനെയാ വന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ആ ഇക്വേഷൻ പഠിച്ചല്ലോ. V ഈക്വൽ ടു പഠിച്ചു, V ഈക്വൽ ടു W/Q ആണ്. അപ്പൊ എനിക്ക് വർക്ക് ഡണിന്റെ യൂണിറ്റ് നമുക്കറിയാം, വർക്ക് ഡൺ പറഞ്ഞാൽ എന്താ, ജൂൾ അല്ലേ യൂണിറ്റ്, ജൂൾ. അതേ ഡിവൈഡ് ബൈ ചാർജിന്റെ യൂണിറ്റ് എന്താ, കൂളം. അപ്പൊ അങ്ങനെയാണ് ഈ യൂണിറ്റ് കിട്ടിയത്. അപ്പൊ അതൊന്നും ബൈ ഹാർട്ട് പഠിക്കണ്ട, ജസ്റ്റ് ഓർത്ത് വെക്കുക. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് 1 വോൾട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതേപോലെ ജൂൾ പെർ കൂളം അല്ലെങ്കിൽ J/C എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതേപോലെ അടുത്തൊരു റിലേഷൻ ആണത് ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും. ഇത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ അത് ആദ്യം പഠിക്കുന്നുണ്ട്, അതായത് E ഈക്വൽ ടു -del V ഇല്ലേ, ഈ റിലേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, കാരണം ഇതും ഡയറക്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ ആണ് ഈക്വൽ ടു -del V. അപ്പൊ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, മൈനസ് ഇല്ലാണ്ട് പ്ലസ് കൊടുക്കും, അത് തെറ്റാണ്. അതേപോലെ del²V എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ചെറിയ ഇക്വേഷൻ ആണെങ്കിൽ പോലും ജസ്റ്റ് ഓർത്ത് വെക്കുക, ഈക്വൽ ടു -del V ആണെന്ത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. അതേപോലെ അടുത്തത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതെന്താ വരിക നമുക്കറിയാലോ, അതായത് V ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/R. ഓക്കെ, അതായത് നോക്കുക, ഇവിടെ R² ഇല്ല, ഇവിടെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പൊട്ടൻഷ്യലും എന്തിനാണ് ഇൻവേഴ്സറി, അതായത് V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്, അല്ലാണ്ട് R²നല്ല. ഓക്കെ, ഈ റിലേഷൻ ഓർത്ത് വെക്കുക, V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ ഒരു ഗ്രാഫിക്കലി ചോദിച്ചാലും നിങ്ങൾക്ക് ആ 1/R ഗ്രാഫ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് അത് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്തത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, എന്താ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ആ വാക്കിൽ തന്നെ ഉണ്ട്. ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ സർഫസ് ഓൺ വിച്ച് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് ദ സെയിം അറ്റ് എവരി പോയിന്റ്. നോക്കുക, എന്താണ് ഈക്വൽ,
പൊട്ടൻഷ്യൽ പറഞ്ഞ പൊട്ടൻഷ്യൽ എന്താ സർഫസ്, അതായത് ഒരു സർഫസ് ഉണ്ട് എങ്കിൽ ആ സർഫസിലെ വിന്റെ വാല്യൂക്ക് എന്തെന്നെ കാരണം, അതായത് V1 V2 എന്നൊക്കെ വാല്യൂ ഉണ്ട് വിചാരിച്ചോളൂ. അതായത് അവിടെ V1 ഈക്വൽ ടു V2 ആണ് വരിക. അതായത് അവിടുത്തെ 5 വോൾട്ട് ആണെങ്കിൽ ആ സർഫസിലെ എല്ലാ റീജിയണിലും എന്തായിരിക്കും വരിക, 5 വോൾട്ട് ആണ് വരിക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്, കോൺസ്റ്റന്റ് ആണ് എവിടെ, ആ സർഫസിൽ. അതിനെയാണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു W എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്, പൊട്ടൻഷ്യൽ V പറഞ്ഞാൽ എന്ത് കിട്ടി, V ഈക്വൽ ടു W/Q എന്ന് പഠിക്കുന്നുണ്ട് ഇല്ലേ, W/Q എന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് റിലേഷൻ എഴുതി കൂടെ, W എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, W is equal to Q into ഡെൽറ്റ വി. ഡെൽറ്റ വി ഉദ്ദേശിച്ചത് അവിടുത്തെ ചേഞ്ച് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നോക്കുക, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് എങ്കിൽ അവിടുത്തെ ചേഞ്ച് എന്താണ് വരിക, V ഫൈനൽ മൈനസ് V ഇനീഷ്യൽ. അതെന്താണ്, 0 അല്ലേ വരിക. കാരണം എന്താ, അവിടെ V ഫൈനലും V ഇനീഷ്യലും എന്ത് സെയിം, വ്യത്യാസം ഇല്ല, അല്ലെങ്കിൽ ഡെൽറ്റ V ഇല്ല എവിടെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ. ഓക്കെ, അങ്ങനെയാണ് എന്ത് നമുക്ക് എന്ത് കിട്ടിയത്, നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വർക്ക് ഡൺ എന്ത് വരുന്നത്, W എന്താണ് 0 ആണ്. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ആ പ്രോബ്ലത്തിന്റെ അടിസ്ഥാനം. ഓക്കെ ആണല്ലോ. ഇനി എവിടേക്കാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണുന്നത്, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മുടെ കണ്ടക്ടിങ് സ്ഫിയർ എന്താണ്, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എക്സാമ്പിൾ ആണ്. അതുപോലെ വേറെ എക്സാമ്പിൾസ് അറിയോ, വേറെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരു പോയിന്റ് ചാർജ് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരക്കാൻ പറ്റും, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കാൻ പറ്റും. അതിന്റെ ഷേപ്പ് എന്തായിരിക്കും വരിക, ഒരു പോയിന്റ് ചാർജ്, ഇപ്പൊ സപ്പോസ് ഇതാണ് ഇതൊരു പോയിന്റ് ചാർജ് ഞാൻ വെച്ചു. അങ്ങനെയെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാവുക, സിലിണ്ടറിക്കലാണോ അതോ ഒരു പ്ലെയിൻ ആയിട്ടാണോ വരിക, എങ്ങനെ വരിക, പറയൂ, എങ്ങനെ ഉണ്ടാവുക, എങ്ങനെ വരിക. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, സ്ഫെറിക്കൽ ഷേപ്പിലാണ് എന്ത് വരിക, അവിടെ ആ കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ചാർജിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണ് വരിക. ഇനി അതേപോലെ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണെങ്കിൽ എന്ത് വരും, ഒരു ലൈൻ ആണ് വന്നതെങ്കിൽ, സപ്പോസ് ഒരു ലൈൻ ചാർജ് ഇവിടെ വരച്ചു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പറയുകയാണെങ്കിൽ അതിന് ഷേപ്പ് എന്താ ഉണ്ടാവുക, ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഫിയർ വരച്ചാൽ ശരിയാവോ, ഇവിടെ ഇപ്പൊ സ്ഫിയർ വരച്ചാൽ ശരിയാവോ, ഇത് ഇക്വിപൊട്ടൻഷ്യൽ ആവോ, ഇല്ലല്ലോ. അതായത് ഇവിടേക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, ഇല്ല. യെസ്, റെനീസ് പറഞ്ഞ ശരിയാണ്. എന്ത്, സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് എന്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. നിങ്ങൾ അസ്യൂം ചെയ്ത് നോക്ക്, സിലിണ്ടറിക്കൽ അല്ലേ ശരിയാവുക, നോക്കുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു ഇത് വരക്കാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിറ്റ്, ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക, ഒരു സിലിണ്ടർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ ഭാഗത്തേക്കുള്ള എല്ലാ പൊട്ടൻഷ്യലും എന്താണ് വരിക, സെയിം ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പം നോക്കുക, ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണ് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ എന്ത് സർഫസ് ആണ് വരിക, സിലിണ്ടറിക്കൽ സർഫസ് ആണ് ഇവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരു പോയിന്റ് ചാർജ് ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത്, സ്ഫെറിക്കൽ ഷേപ്പിലാണ് എന്ത്, കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിട്ടാണ് അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരുന്നത്. അതേസമയം എന്ത്, നമ്മുടെ ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ വരിക, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. ഇനി അതേപോലെ ഒരു ഷീറ്റ് ആണ് എങ്കിൽ എങ്ങനെ വരും, ഒരു ഷീറ്റ് ആണെങ്കിൽ പറയൂ. ഞാൻ ഒരു ഷീറ്റ് കൺസിഡർ ചെയ്തു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പറയുകയാണെങ്കിൽ എങ്ങനെ വരിക, ഇവിടെ സ്ഫെറിക്കലായിട്ട് കൊടുത്താൽ ശരിയാവോ, അല്ലെങ്കിൽ സിലിണ്ടറിക്കലായി കൊടുത്താൽ ശരിയാവോ, ഇല്ലല്ലോ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ വരണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യുക, ഒരു ഷീറ്റ് കൺസിഡർ ചെയ്താൽ ഇതെന്താണ്, ഇക്വിപൊട്ടൻഷ്യൽ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു പ്ലെയിൻ
ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ അവിടെ വരുന്ന അതും എന്തായിരിക്കും, ഒരു പ്ലെയിൻ ഷേപ്പിൽ, എന്ത് ചെയ്യുക, പ്ലെയിൻ ഷീറ്റ് പോലെ തന്നെയാണ് ഇവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. ഓക്കെ ആണല്ലോ. അതേപോലെ അടുത്തത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ആണ് എങ്കിൽ അവിടെ എല്ലാ സമയത്തും എന്തായിരിക്കും നമ്മൾ വരക്കേണ്ടത്, ആ സർഫസിന് എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എങ്കിൽ അവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. ഓക്കെ. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ആ പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ കാരണം നമ്മൾ എന്ത് നേരത്തെ പഠിച്ചു, വിയും അതുപോലെ വി ഈക്വൽ ടു എന്താണ് പഠിച്ചത്, മൈനസ് ഡെൽ വി എന്നൊക്കെ പഠിക്കുന്നുണ്ട് ഇല്ലേ? സോറി, ഈക്വൽ ടു വേറെ ഇക്വേഷൻ ആണെന്ത്, നമ്മളിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാം ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു മൈനസ് ഡി വി എന്നുള്ള റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു മൈനസ് ഡി വി. ഇത് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഡി എസ് പറഞ്ഞാൽ അവിടുത്തെ എന്താ പറയാ, ആ സർഫസ് വെക്ടർ ആണ്. അതേപോലെ ഡി വി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താ, പൊട്ടൻഷ്യൽ ചേഞ്ച് ആണ്. ഇനി നോക്കുക, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ ഇവിടുത്തെ ഡി വിന്റെ വാല്യൂ എന്താ വരിക, നമുക്കറിയാം അവിടെ ചേഞ്ച് ഉണ്ടോ, അവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം അല്ലേ, അതുകൊണ്ട് ഡി വിന്റെ വാല്യൂ എന്ത് വരും, 0 വരും. അപ്പൊ നമുക്കറിയാം ഇ ഡോട്ട് ഡി എസ്, രണ്ട് വെക്ടേഴ്സ് അതിന്റെ ഇടയിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് 0 എപ്പോഴാണ് വരിക, ഇയും ഡിയും ഡി എസ് ആണ് ആ സർഫസ് വെക്ടറും അതുപോലെ ഇലക്ട്രിക് ഫീൽഡും ഏത് സമയത്താണ് 0 വരിക, നമുക്കറിയാം ഇ ഡോട്ട് ഡി എസ് പറഞ്ഞാൽ എന്താ, ഇ ഡി എസ് കോസ് തീറ്റ അല്ലേ, ഇ ഡി എസ് കോസ് തീറ്റ ആണ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം എപ്പോഴാണ് ഈ വാല്യൂ 0 എപ്പോഴാകുക, തീറ്റിന്റെ വാല്യൂ 90 ഡിഗ്രി ആവുമ്പോഴാണ് ഇതിന്റെ വാല്യൂ 0 കിട്ടുക. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇയും അതുപോലെ ഡി എസും തമ്മിൽ എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ. ഒന്നുകൂടി പറയാം, നമ്മുടെ ഇ ഡോട്ട് ഡി എസ് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഡി വി ആണ്. നമുക്കറിയാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആകുമ്പോൾ ഡി വി അവിടെ ചേഞ്ച് ഇല്ലല്ലോ, പൊട്ടൻഷ്യലിന്റെ വ്യത്യാസം ഇല്ലല്ലോ, അത് ഇവിടെ ഡോട്ട് ആയതുകൊണ്ട് നമുക്ക് ആ രണ്ട് വെക്ടേഴ്സ് 90 ഡിഗ്രി ആവുമ്പോഴാണ് വരിക. അതായത് നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ സർഫസ് ഡി എസ് വെക്ടറും തമ്മിൽ എന്താണ് വരിക, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് വരിക. അല്ലെങ്കിൽ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുക്കുകയാണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ഫീൽഡ് ആക്ട് ചെയ്യുക. മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡും അവിടുത്തെ സർഫസ് വെക്ടറും തമ്മിൽ എന്ത്, അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യലിന് പാരലൽ ആയിട്ടാണ് എന്റെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ലല്ലോ. അതായത് ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് വരിക, ഈ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വരിക. ആ പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതാണ് എന്ത്, നോ വർക്ക് എലോൺ സർഫസ്, ആ സർഫസിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് അവിടെ വർക്ക് ഡൺ എന്താണ്, 0 ആണ്. നേരത്തെ പഠിച്ചു. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണെന്ത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ക്രോസ്. അതായത് നേരത്തെ പറഞ്ഞ നമ്മൾ ആ ഫീൽഡ് ലൈൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പൊ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ, സോറി, ഓക്കെ, നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിചാരിച്ചോളൂ, ഇവർ തമ്മിൽ എന്തെയില്ല, ഒരിക്കലും ഇങ്ങനെ മിക്സ് ചെയ്ത് കണ്ടില്ല. ഓക്കെ. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽസ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ അല്ലേ, ഞാൻ ഇതിന്റെ പ്രോബ്ലം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം അവിടെ വരാം. ഇനി അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക്
ഈ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇവിടെ നോക്കുക, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്, മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം അത് വന്നത് ഇനി പറയണ്ടല്ലോ, നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. കാരണം ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് പിന്നെ അതേ ഇൻറ്റു, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്നാണല്ലോ ഇലക്ട്രിക് ഫ്ലക്സ് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന് എന്താ വരുന്നത്, ന്യൂട്ടൺ പെർ കൂളമ്പും, അതുപോലെ ചാർജിൻ്റെത്, സോറി ചാർജ് അല്ല, അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞത് എന്താ, മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെയാണ് എന്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്, 5 എന്ന് പറഞ്ഞാൽ ഇൻറ്റു എ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെതാണ് ന്യൂട്ടൺ ബൈ കൂളോം, അതേപോലെ ഏരിയന്റെ ആണ് എന്ത്, മീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടിയത്, ന്യൂട്ടൺ ബൈ കൂളോം മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റ് കിട്ടിയത്. നമ്മുടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത്, ആ കേസിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ ആ കേസിൽ അവിടുത്തെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, ഇ എ കോസ് തീറ്റയാണ് അവിടുത്തെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി ഇതത്ര ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഞാനത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതാണ് ഈ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഗോസ് ലോ അല്ലെങ്കിൽ ഗോസ് തിയറം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഗോസ് തിയറം എന്നുള്ളത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ മെയിൻ, നേരത്തെ പറഞ്ഞ കൂളംസ് ലോ പോലെ തന്നെ അതേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് എന്ത്, ഗോസ് തിയറം വരുന്നത്. അത് അതായത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല സിമ്പിൾ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്ത് വെച്ചങ്ങാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ആലോചിച്ചറിയാം, നമ്മുടെ കൂളംസ് ലോ വെച്ചങ്ങാണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ലല്ലോ, ഇല്ല. അതേസമയം എന്ത്, ഒരുപാട് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗോസ് തിയറം യൂസ് ചെയ്തിട്ട് ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ കേസിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു സോളിഡ് സ്ഫിയറിന്റെ അക്രോസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് വരിക, അല്ലെങ്കിൽ ഞാനിപ്പോ എന്ത്, ഒരു മെറ്റൽ ഷീറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര വരും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്ത്, ഒരു ഇൻഫിനിറ്റ് വയർ എടുക്കുകയാണ്, ആ ഇൻഫിനിറ്റ് വയറിന് അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറാണ് എന്ത്, ഗോസ് തിയറം. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക എന്താ, ഗോസ് തിയറത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക ഒരു ക്ലോസ്ഡ് സർഫസ് ഇല്ലേ, ഒരു ഏത് എടുക്കാൻ, ഏത് ഷേപ്പ് എടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ സ്ഫിയർ ആവട്ടെ, ക്യൂബ് ആവട്ടെ, എന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത്, ഇവിടെ ആ സർഫസ് എങ്ങനെ എടുക്കും, ക്ലോസ്ഡ് സർഫസ് ആണ് എടുക്കുക. അതായത് നോക്കുക, ഒരു അപ്പം എന്താ പറയാ, ഒരു ഈ രീതിയിലാണ് ഇപ്പൊ എന്റെ സർഫസ് എങ്കിൽ ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് അസ്യൂം ചെയ്യും, എനിക്ക് വേണമെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ എന്താ, ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് എങ്ങനെ, ഏത് ഡയറക്ഷനിൽ, ഏത് ഷേപ്പാണ് എടുക്കുക, ഇവിടുത്തെ സർഫസ് ഞാൻ ക്ലോസ്ഡ് ആയിട്ട് എടുക്കുമ്പോൾ ഇതിന് സ്പെറിക്കൽ സർഫസ് എടുക്കും. ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് ഇവിടെ അസ്യൂം ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് ആ സർഫസിലെ ഇൻസൈഡിലുള്ള ഫ്ലക്സ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ഇപ്പൊ നോക്കുക, ഇപ്പൊ ഇതാണ് എന്റെ സർഫസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് അസ്യൂം ചെയ്തു, ഒരു ഗോഷ്യൻ സ്ഫിയർ അസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് പുറത്തുള്ളതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ
കൺസിഡർ ചെയ്യൂല. അതൊക്കെ ഇതിന്റെ ബേസിക് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ഇതിൽ ഡയറക്റ്റ് ഇക്വേഷൻസ് പഠിച്ചാൽ മതിയാവും. അപ്പൊ നോക്കാം, ആദ്യം ഗോസ് തിയറം പറയാം. എന്താണ് ഗോസ് തിയറം? ഗോസ് തിയറം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് വിത്തിൻ ദ സർഫസ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അതായത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി അത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമുക്കറിയാം ഈ സ്ഫിയറിൽ അല്ലെങ്കിൽ ഈ സർഫസിൽ എന്തുണ്ടാവും? അവിടെ ചാർജ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ചാർജ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ് ഡിവൈഡഡ് ബൈ ε0. ഓക്കെ, അതാണ് എന്ത് നമ്മളെ ഗോസ് തിയറം പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് എന്താ പറയാ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വിചാരിച്ചാൽ ഇവിടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നോക്കുക, മൈന്യൂട്ട് പോയിന്റ് ആണ് പറയുന്നത്. ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇലക്ട്രിക് പൊട്ടൻഷ്യലും അല്ല. ഇവിടെ വരുന്ന എന്താ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് വരുന്നത്. ഓക്കെ, ഫൈ ആണ് ഇവിടെ വരുന്നത്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിട്ട് വരും? ആ സർഫസിലെ ടോട്ടൽ ചാർജിന് ക്യൂ എൻക്ലോസ്ഡ് അത് ഡിവൈഡഡ് ബൈ ε0. ε0 പറഞ്ഞാൽ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഫൈ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0. അല്ലെങ്കിൽ എനിക്ക് എന്ത് ഫൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഇവിടെ ഡി എന്നുള്ളത് നമുക്കറിയാം അവിടുത്തെ ഏരിയ വെക്ടർ ആണ്. അതേപോലെ ഇ എന്നുള്ളത് എന്താ? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണെന്ത് നമ്മുടെ ഗോസ് തിയറത്തിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ. അപ്പൊ മേ ബി എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇതിന്റെ ഇക്വേഷൻ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ നമുക്ക് എന്ത് ആപ്ലിക്കേഷൻസ് ആണ് നോക്കാനുള്ളത്. നിങ്ങൾ നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് +2 ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ ഇതിന്റെ ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. നമുക്ക് ഇവിടെ നമ്മുടെ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് എന്ത് ആവശ്യമില്ല, ഇതിന്റെ ഡെറിവേഷൻസ് ഒന്നും അത്ര ഡെപ്തിൽ നോക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ ഇക്വേഷൻ മാത്രം മതിയാവും. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇൻഫിനിറ്റ് ലൈൻ ചാർജ്. ഒരു ഇൻഫിനിറ്റ് ലൈൻ ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിവിടെ ഇതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ ബൈ ε0. അപ്പൊ ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ടോട്ടൽ ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യും. അതേപോലെ അവിടുത്തെ ഫ്ലക്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണ് എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഈക്വൽ ടു ലാംഡ ബൈ 2πε0 r. ഓക്കെ, ലാംഡ ബൈ 2πε0 r. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയും ലാംഡ. അതായത് നമ്മളിപ്പോ ഇവിടെ ഒരു ഒരു ലെങ്ത്തിലല്ലേ കൺസിഡർ ചെയ്ത്, അതുകൊണ്ട് നമ്മൾ എന്ത് ഇതിനെ ലാംഡ ഇവിടെ എടുക്കുക. അതായത് ലാംഡ പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇനി ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. പിന്നെ ആർ എന്നുള്ളത് എന്താ? ജസ്റ്റ് അവിടുത്തെ ലെങ്ത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ നോക്കുക, ഇയും അതുപോലെ ആർ എന്നുള്ള റിലേഷൻ എന്താ? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഏതിന്റെ കേസിൽ? ഇൻഫിനിറ്റ് ലൈൻ ചാർജിന്റെ കേസിൽ നമ്മൾ എന്ത് ഇയും ആർ തമ്മിലുള്ള റിലേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ ഇതാണ് ഇൻഫിനിറ്റ് ലൈൻ ചാർജിന്റെ ഇക്വേഷൻ. ഇത് ബൈ ഹാർട്ട് പഠിക്കുക. ഈക്വൽ ടു ലാംഡ ബൈ 2πε0 r. ഇനി അടുത്തത് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിന്റെ കേസിൽ ഒരു പ്ലെയിൻ ഷീറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു പ്ലെയിൻ ഷീറ്റ് ആണ്. അതിന് അക്രോസ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ഇവിടെയും ഒരു ഗോഷ്യൻ സ്ഫിയർ സിലിണ്ടർ അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ഇവിടുത്തെ ഓരോ ഏരിയയിലും, ഞാൻ അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, എന്തായാലും ഇവിടുത്തെ പാരലൽ ആയിട്ടുള്ളതും അതുപോലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കും. അതിൽ നിന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടും. എന്തായാലും ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ നിർബന്ധമാണ് പഠിക്കല്. ഇ ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. അപ്പൊ നോക്കേണ്ട കാര്യം ഇവിടെ എന്തില്ല, ഇവിടെ ആറിന്റെ പ്രത്യേകിച്ച് ഡിപ്പെൻഡൻസ് ഇവിടെ വരുന്നൊന്നുമില്ല. ഓക്കെ, ഈ എന്തില്ല, ആറിനെ ഒരിക്കലും അതിന്റെ ആറിന് ഡിപ്പെൻഡൻസ് വരുന്നൊന്നുമില്ല. ഇ ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. ഇവിടുത്തെ സിഗ്മ എന്താ?
ഈ സിഗ്മനെ വിളിക്കണ പേരെന്താ? ഇതൊരു നമ്മളിവിടെ ഒരു ഷീറ്റില്ല കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഇതിനെ വിളിക്കുക സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി. നേരത്തെ ലൈൻ ആയതുകൊണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഇവിടെ ഒരു ഷീറ്റ് ആണ് കൺസിഡർ ചെയ്തത്. അതായത് ഒരു പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് എന്ത്? സിഗ്മ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക, കാരണം ഇത് ഡയറക്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്ലെയിൻ ഷീറ്റിന് അക്രോസ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? അപ്പൊ ഓപ്ഷൻ എ പറഞ്ഞു തന്നു സിഗ്മ ബൈ എപ്സിലോൺ 0. ഓപ്ഷൻ ബി തന്നു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അടുത്തത് സി തന്നു സിഗ്മ എപ്സിലോൺ 0. അടുത്തത് ഓപ്ഷൻ ഡി തന്നു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പൊ നിങ്ങൾ നോക്കുക, കാണുമ്പോൾ എല്ലാം സിമ്പിൾ ആയി തോന്നും. പക്ഷെ എക്സാമിന് 4 ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഒരു പ്ലെയിൻ ഷീറ്റിന് അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, അപ്പൊ ഇത് രണ്ട് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ സിമ്മട്രി ഉള്ള ഒരു റീജിയൻ ആണ് എങ്കിൽ അതിൽ അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഒരു സ്ഫെറിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് അതിലൊരു പോയിന്റ് ചാർജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് എന്ത് തന്നെയാണ് വരിക? സ്ഫെറിക്കൽ തന്നെയാണ് അല്ലെ? ഒരു സ്ഫെറിക്കൽ സർഫസ് ആണെന്ത്? ഇവിടെ ഞാൻ ഗോഷ്യൻ സർഫസ് ആയിട്ട് എടുക്കുക. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോക്കുക, ഈ ഇവിടെ കിട്ടുന്ന ഒരു പോയിന്റ് ചാർജിന്റെ ഈ ഇക്വേഷൻ ഈക്വൽ ടു 1/4πε0 Q/r². ഇത് എന്തിനു സിമിലറാ? നമ്മൾ കൂളംസ് ലോ പഠിച്ചില്ലേ? കൂളംസ് ലോയിൽ കിട്ടിയ അതേ ഇക്വേഷൻ ഇവിടെ വന്നില്ലേ? അതായത് നമ്മൾ നോക്കുക, കൂളംസ് ലോ ഗോസ് ലോ വെച്ചാണ്ട് ഇവിടെ എന്ത് പ്രൂവ് ചെയ്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈക്വൽ ടു 1/4πε0 Q/r². അതായത് കൂളംസ് ലോയിൽ നമ്മൾ പോയിന്റ് ചാർജിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ ഈ പോയിന്റ് ചാർജിന് അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടെ പഠിച്ചത് എന്തായിരുന്നു? Q/4πε0 r² എന്നായിരുന്നു അവിടെ പഠിച്ചത്. ഇത് ലാസ്റ്റ് നമ്മൾ എന്ത് ഗോസ് തിയറം വെച്ച് നമുക്ക് ഇത് തെളിയിക്കാൻ പറ്റും. ഒരു സ്ഫെറിക്കൽ സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെൽ ആവട്ടെ സോളിഡ് സ്ഫിയർ ആവട്ടെ, നമ്മൾ എന്ത് ഇവിടെ അസ്യൂം ചെയ്യണത് ഏതാണ്? ഗോഷ്യൻ സർഫസിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് ഇവിടെ അസ്യൂം ചെയ്യുക. അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് നമുക്ക് കിട്ടും ഈക്വൽ ടു 1/4πε0 Q/r². ഓക്കെ, അപ്പൊ ഇവിടെയും ആറിന്റെ ഡിപ്പെൻഡൻസ് നോക്കുക. ഇവിടെ ഇയും ആറും തമ്മിൽ എങ്ങനെ വരുന്നത്? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഗ്രാഫ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. അതാണ് അതിന്റെ ജസ്റ്റ് ആ റിലേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി അടുത്തത് സ്ഫെറിക്കൽ ഷെല്ല്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഫെറിക്കൽ ഷെല്ലാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിൽ ഒരു ഷെല്ലാണ്, സ്ഫെറിക്കൽ ഷെല്ലാണെങ്കിൽ അതിന് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ലല്ലോ. അതേപോലെ നേരത്തെ പറയാൻ വിട്ടുപോയി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഒരു കണ്ടക്ടിങ് സ്ഫിയറിലൂടെ പാസ് ചെയ്യൂല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതായത് നമുക്ക് പറയാൻ പറ്റും ഒരു കണ്ടക്ടിങ് സ്ഫിയർ ആണ് എങ്കിൽ അതിന്റെ ഇൻസൈഡ് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. കാരണം ആ കണ്ടക്ടറിന്റെ ഉള്ളിലൂടെ ആര് പാസ് ചെയ്യൂല? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യൂല. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കാം, ഒരു കണ്ടക്ടറിന്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ് വരിക? 0 ആണ് വരിക. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഏതായാലും ഈ കേസിൽ ഇവിടെ പറയുന്നത് എന്താണ്? സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസിൽ 2 കേസ് പറയുന്നുണ്ട്. അതായത് ഇൻസൈഡ് ഷെൽ, ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡ് ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസിൽ അതിന്റെ ഇൻസൈഡ് ഇന്റെ വാല്യൂ എന്താണ്? 0 ആണ് വരിക. അതേപോലെ ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ? ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്ഫെറിക്കൽ ഷെല്ലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചാർജ് ഒക്കെ എവിടെ ഉണ്ടാവുള്ളൂ? അതിന് സർഫസിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സ്ഫെറിക്കൽ ഷെല്ലാകുമ്പോൾ അതിന് ഇൻസൈഡ് ചാർജ് ഉണ്ടാകുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? അവിടെ ഇൻസൈഡ് 0 ആയിട്ടാണ് വരിക. അതേപോലെ നമ്മൾ ഇവിടെ ഇതിന്റെ പുറത്തെടുക്കാന്നുണ്ടെങ്കിൽ, അതായത് r ഈ കേസ് എടുക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഷെല്ലിന്റെ സർഫസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും നമുക്ക് വാല്യൂ ഉണ്ടാവുമല്ലോ. അതിന്റെ വാല്യൂ ആണ് 1/4πε0 Q/r². ഇവിടുത്തെ Q പറഞ്ഞാൽ എന്താ? ടോട്ടൽ ചാർജ്. ആ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ആ സർഫസിന് ചുറ്റുള്ള ടോട്ടൽ ചാർജ് ആണ് Q. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇൻസൈഡ് 0 ആയി? നമുക്കറിയാം ഇൻസൈഡ് 0 ആകാൻ കാരണം എന്താ? അവിടെ ഇൻസൈഡിൽ ടോട്ടൽ ചാർജ് 0 ആണ്. നമ്മൾ പഠിച്ചു
ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ബൈ എപ്സിലോൺ 0 ആണ് അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ ക്യൂ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസിൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഷെൽ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ 0 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് വരും. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഇ ആണെന്ത് വരിക? 0 വരിക. ഓക്കെ, അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് സ്ഫെറിക്കൽ ഷെല്ല് നമുക്ക് എന്ത് കിട്ടിയത്? 0 കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്തത് അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ, ഒരു സിലിണ്ടറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെ വരും? അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇൻസൈഡ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു സിലിണ്ടർ അസ്യൂം ചെയ്തു. അപ്പൊ ആ സിലിണ്ടറിന്റെ ഇൻസൈഡ് നമുക്ക് സർഫസ് കൺസിഡർ ചെയ്യും, അതുപോലെ ഔട്ട്സൈഡും കൺസിഡർ ചെയ്യും. ഇൻസൈഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ R ലെസ് ദാൻ R ആണ് എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വരുന്നത് എന്താണ്? ഈക്വൽ ടു ലാംഡ R ബൈ 2πε0 R². ജസ്റ്റ് ഓർത്ത് വെക്കുക, ഈക്വൽ ടു ഈ ഇൻസൈഡ് ഓഫ് എ സിലിണ്ടറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ലാംഡ R ബൈ 2πε0 R². നമുക്കറിയാം ഇവിടെ ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ആറിനായിട്ട് എങ്ങനെയാണ് വരുന്നത്? ഈസ് ഡയറക്റ്റ്, അതായത് ലീനിയർ റിലേഷൻഷിപ്പ് അല്ലേ? ഇൻസൈഡ് സിലിണ്ടർ എങ്ങനെ വരുന്നത്? ഈസ് പ്രൊപ്പോർഷണൽ ടു R ആണ്. ഇനി അതേപോലെ നോക്കുക, ഔട്ട്സൈഡ് സ്ഫിയർ ആണെങ്കിൽ തെറ്റിപ്പോയത്, ഔട്ട്സൈഡ് സിലിണ്ടർ ആണെങ്കിൽ തെറ്റിപ്പോയത് എന്താ വരിക? ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πε0 R. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. നേരത്തെ അവിടെ പഠിച്ചത്, നേരത്തെ ഒരു ഇൻഫിനിറ്റ് വയറിന്റെ കേസിൽ, അല്ലെങ്കിൽ ഒരു ലെങ്ത്തിന്, അല്ലെങ്കിൽ ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന് എക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ ലാംഡ ബൈ 2πε0 ആണ്. അത് തന്നെയാണ് ആർക്കും വരുന്നത്? ഒരു സിലിണ്ടറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ആ സിലിണ്ടറിന്റെ ഔട്ട്സൈഡ് ആണ് ഞാൻ എന്റെ സർഫസ്, ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഈ സിലിണ്ടറിന്റെ പുറത്ത് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? അതിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ ഈക്വൽ ടു ലാംഡ ബൈ 2πε0 R. അതേസമയം ഇതിന്റെ ഇൻസൈഡ് ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. എന്താ? ലാംഡ R ബൈ 2πε0 R² ആണ്. അപ്പൊ ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കുക, സിലിണ്ടറിന്റെ കേസിൽ ഇൻസൈഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R ആണ്. ഓക്കെ, മാറിപ്പോരുത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, അത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ടേബിൾ കൊടുത്തു എന്നുള്ളൂ. അതായത് പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ സ്ഫിയർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഗോഷ്യൻ സർഫസ് ചെയ്തെടുക്കും. സ്ഫിയർ ആണ് എടുക്കുക, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താ? 1/4πε² അത് കിട്ടി. അടുത്തത് എന്താ? ഒരു ഇൻഫിനിറ്റ് ലൈൻ ആണ് ഗോഷ്യൻ സർഫസ് എന്താണ്? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. അതായത് ഇവിടെ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഞാൻ എന്ത് ചെയ്യാൻ സർഫസ് അസ്യൂം ചെയ്യുക. അതിന്റെ വാല്യൂ പറഞ്ഞാൽ ഓക്കെ ആണല്ലോ. അതേപോലെ ഞാനൊരു പ്ലെയിൻ ഷീറ്റ് ആണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അവിടെ ഞാൻ എന്ത് ചെയ്യാൻ കറസ്പോണ്ടിങ് ആയിട്ട് പിൽ ബോക്സ് എടുക്കാം, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടാറുണ്ട്. എന്താണെങ്കിലും നമുക്ക് എന്ത്, ഫൈനൽ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈക്വൽ ടു സിഗ്മ ബൈ, സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, സോളിഡ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻസ് വരുന്നുണ്ട്. അതായത് ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ എന്തിന് പ്രൊപ്പോർഷനിലാണ്? ആറിന് ലീനിയർ റിലേഷനിലാണ് വരുന്നത്. അതേപോലെ ഇൻസൈഡ് സിലിണ്ടർ ആണെങ്കിൽ, ഔട്ട്സൈഡ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫിനിറ്റ് ലൈനിന്റെ അതേ ഇക്വേഷൻ ആണ് വരുന്നത്. അതായത് 1/R ഈ പ്രൊപ്പോർഷൻ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് എന്ത്, ബേസിക് ആയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസ് പറയുന്നത്. ഇനി ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ സോളിഡ് സ്ഫിയറിന്റെ കേസിൽ. അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതായത് നേരത്തെ നമ്മൾ പോയിന്റ് ചാർജ് പറഞ്ഞു, അതേപോലെ സ്ഫെറിക്കൽ ഷെല്ല് പറഞ്ഞു, ഇനി അടുത്തത് സോളിഡ് സ്ഫിയർ ആണ്. അപ്പൊ ഈ കേസിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ സോളിഡ് സ്ഫിയർ ആണെങ്കിലും ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഏത് സർഫസ് തന്നെയാണ്? സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് തന്നെയാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസം വരുന്നത് എവിടെ ചോദിച്ചാല്, നമ്മൾ നോക്കുക, നമ്മൾ നേരത്തെ സ്ഫെറിക്കൽ ഷെല്ല് പറഞ്ഞപ്പോൾ അതിന്റെ ഇൻസൈഡ് എന്താണ് വരുന്നത്? ഇൻസൈഡ് ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0 ആണല്ലോ. പക്ഷേ സോളിഡ് സ്ഫിയറിന്റെ കേസിൽ ഇൻസൈഡ് ഓഫ് ദ സോളിഡ് സ്ഫിയർ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ എന്താ വരിക?
ഈക്വൽ ടു 1/4πε0 Q/r³ ഇൻറ്റു r ആണ് വരുന്നത്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഇയും അതുപോലെ ആറും തമ്മിൽ എന്താണ്, ലീനിയർ റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, അതായത് ഇയും ആറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വരിക. അതായത് ഇൻക്രീസ് ലീനിയർലി വിത്ത് ആർ ആണ് വരിക. ഓക്കെ, അതേപോലെ അടുത്തത് ഇനി സർഫസിൽ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ എന്ത് വരും, നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ വരിക, 1/4πε0 Q/r² എന്ന് വരും. എന്താണ് മാക്സിമം വാല്യൂ ആണ് അവിടെ കിട്ടുക. അടുത്തത് ഔട്ട്സൈഡ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏത് സർഫസ് ആണ്, ഇപ്പൊ പോയിന്റ് ചാർജ് പോലെ നമുക്ക് അസ്യൂം ചെയ്യാലോ. അപ്പോൾ ഔട്ട്സൈഡ് സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ ഏതാ, 1/4πε0 Q/r². ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിലേഷൻ എങ്ങനെ വരും, 1/r² ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ ഇത് എങ്ങനെ വരിക, ഡിക്രീസസ് വിത്ത് 1/r². ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം, അതായത് സോളിഡ് സ്ഫിയറിന്റെ കേസിൽ 3 കേസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അവിടെ മാക്സിമം വാല്യൂ കിട്ടുക എവിടെയാണ്, ആ സോളിഡ് സ്ഫിയറിന്റെ സർഫസിലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അടുത്ത കേസ് പറഞ്ഞാൽ എന്താ, ഇൻസൈഡ് ഓഫ് ദ സ്ഫിയറും അതുപോലെ ഔട്ട്സൈഡ് ഓഫ് ദ സ്ഫിയറും. ഇൻസൈഡ് ആണ് എങ്കിൽ അവിടെ റിലേഷൻ വരുന്നത് എന്താണ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അതേസമയം ഔട്ട്സൈഡ് സ്ഫിയർ ആണ് എങ്കിൽ നേരത്തെ പറഞ്ഞ പോയിന്റ് ചാർജിന്റെ അതേ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഓക്കെ, ഈ റിലേഷനെ ഓർത്ത് വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ സോളിഡ് സ്ഫിയറിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇതും ഈ 3 കേസ് അറിഞ്ഞു വെക്കൽ നിർബന്ധമാണ്. ഇതിനെ 3 ഇക്വേഷൻസും ഓർത്ത് വെക്കുക. ഇനി ഇത് 3 ഇക്വേഷനെ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റിലേഷനെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കാരണം ഇതൊക്കെ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ഇനി അതിൽ പറയാൻ വിട്ടുപോയത്, ഡൈപോൾ മൊമെന്റിന്റെ ഈ 36ാമത് ചോദ്യം നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഡൈപോൾ മൊമെന്റിന്റെ ഡയമെൻഷൻ എന്താ വരിക, അല്ലെങ്കിൽ എന്താണ് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റ് അതിന്റെ ഇക്വേഷൻ എന്താന്ന് പറയുമോ? ഡൈപോൾ മൊമെന്റ് നമ്മൾ പി ഇലക്ട്രോണിൽ ഡിനോട്ട് ചെയ്യുക, പി ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ്, പി ഈക്വൽ ടു ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എന്താണ് ഡൈപോൾ പറഞ്ഞാൽ എന്താ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതാണ് ഡൈപോൾ എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇപ്പോ ക്യൂ ഉണ്ട്, ഇതിന്റെയും ചാർജിന്റെ വാല്യൂ എന്താ, ക്യൂ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇവ തമ്മിൽ സെപ്പറേറ്റ് ഒരു ആർ ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ നമ്മള് +2 പഠിക്കുന്നതാണ്. അതായത് ഇതില് പോസിറ്റീവ് അതുപോലെ ഇവിടെ ഇത് നെഗറ്റീവ് ആണ് എങ്കിൽ രണ്ട് ചാർജ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതായത് 2 ചാർജസ് അതിന്റെ എന്താണ് വരിക, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും വരിക. ഇവർ തമ്മിൽ സെപ്പറേഷൻ 2a ആണ് സെപ്പറേഷൻ എങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. ഇതിന്റെ വാല്യൂ ക്യൂ ആണല്ലോ, ഇതിന്റെ വാല്യൂ ക്യൂ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, ശരിയാണ്. എന്താണ് 2 എന്ത് വരും, എന്ത് വരും? നമുക്കറിയാം പി എന്ന്
അത് പറയൂ. ഹലോ, അത് നെറ്റ് കട്ട് ചെയ്താണ്. ഹലോ, ഒന്ന് പറയൂ. എന്ത് വരും? ചാർജിന്റെ ഡയമെൻഷൻ എന്താ വരിക? നമുക്കറിയാം ചാർജിന് ഡയറക്റ്റ് ആയിട്ട് ഡയമെൻഷൻ കൊടുക്കാൻ പറ്റില്ല. ചാർജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ടിന്റെ ടേംസിൽ എഴുതി കൂടെ? ക്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു ടി അല്ലേ? കറണ്ട് ഇൻറ്റു ടൈം അല്ലേ? അങ്ങനെയെങ്കിൽ എന്ത് വരും? പറ. അതായത് ഇപ്പൊ പറഞ്ഞു വന്നത് ഡൈപ്ലോമെന്റ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. അതായത് ഡിസ്റ്റൻസ് ഇൻറ്റു ഡി ഇൻറ്റു ചാർജ് ആണ് വരിക. നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെത് എൽ ആണ്. അതുപോലെ ചാർജിൻ്റെത് നമുക്ക് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം ആണ്. അങ്ങനെയെങ്കിൽ കറണ്ടിന്റെ നമുക്കറിയാം അതിന്റെ ഡയമെൻഷൻ എന്താ വരിക? കറണ്ടിൻ്റെത് ആംബിയർ ആണല്ലോ, എ ആണ് ഡിനോട്ട് ചെയ്യുക. അതുപോലെ ടൈമിൻ്റെത് എന്താ? ടൈമിൻ്റെത് ക്യാപിറ്റൽ ടി അല്ലേ? ക്യാപിറ്റൽ ടി ആണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ, പിന്നെ ക്യൂവിൻ്റെത് എന്ത് വരും? എ ടി. ഓക്കെ, അങ്ങനെയാണ് എന്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? നമ്മുടെ ആ ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരിക എൽ ടി എ. ഓക്കെ, കാണുന്നില്ല? ഹലോ, അപ്പൊ ഇതിന്റെ ആൻസർ ഇത് ഓക്കെ അല്ലേ? 36ന്റെ ആൻസർ സി ആണ് വരുന്നത് കേട്ടോ. 36ന്റെ ആൻസർ സി ആണ്, എൽ ടി എ. കിട്ടിയത് മനസ്സിലായല്ലോ? അതായത് എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡിസ്റ്റൻസിന്റെ വാല്യൂ ആണ്, അതാണ് കറസ്പോണ്ടിങ് ആയിട്ട് വന്നത്. ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ആണ്. അങ്ങനെയാണ് നമുക്ക് ഡൈപ്ലോമെന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല. പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ലെങ്ത് എൽ ടി എ. ഇവിടെ ഇനി മാറിപ്പോയത് ടി ആണ് ടെമ്പറേച്ചർ ഒന്നും അല്ല കേട്ടോ. ടി ആണ് ടെമ്പറേച്ചർ ഒന്നും അല്ല, അത് ടൈമിന്റെ കറസ്പോണ്ടിങ് ആണ്. പിന്നെ എ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അത് നമ്മൾ കറണ്ടിന്റെ ഡയമെൻഷൻ കൊടുക്കുക എ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, കിട്ടിയത് ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ടി ആണ്, കറണ്ടിന്റെ ടൈമാണ്. ഐന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഐ എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്, ടൈമിൻ്റെത് ക്യാപിറ്റൽ ടി ആണ്. അതാണ് എന്ത്? ടി ആണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 35 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 36ന്റെ ആൻസർ സി കിട്ടി. അതുപോലെ 35ന് ആൻസർ 6 × 10⁸ ആണ് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, അത് നമ്മൾ ചെയ്തതാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ അത് വാല്യൂ വരുന്നത് എന്താ? അവിടുത്തെ വർക്ക് ഡൺ എന്താ വരുന്നത്? 0 ആണ്. ഓക്കെ, ഇനി പറയുന്നില്ല. അടുത്തത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? ഓക്കെ, ഇത് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോ ആണ്. അടുത്തത് ഇത് നമ്മൾ ചർച്ച ചെയ്തതാണല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏകദേശം ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ കവർ ചെയ്യാനുള്ളത് കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ അതും ഇനി ഇതിലെ ബാക്കി PYQയും കുറച്ച് MCQസും എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ പോകുമ്പോഴല്ലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ തിയറി വായിച്ചു പോയാൽ എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ലല്ലോ. അത് നിങ്ങൾ പറയട്ടോ. തിയറി മാത്രം പറഞ്ഞാൽ മതിയോ, അതോ PYQ അല്ലെങ്കിൽ MCQ ഡിസ്കസ് ചെയ്യണോ വേണ്ടേ? ഒന്ന് പറയുമോ? അപ്പൊ നമ്മൾ ഇന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. വേഗം ഒന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് പറയാം. ഇലക്ട്രിക് ചാർജ്, അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അപ്പൊ അതെന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. പിന്നെ ഇവിടെ വരുന്നത് Q = NE എന്നുള്ള ആ റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാർജിന്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ ചോദ്യം വരാം. പിന്നെ കൺസർവേഷൻ ഓഫ് ചാർജ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ കൂളംസിലോ അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞു. പിന്നെ അതിൽ ഓരോ ടേംസിന്റെ വാല്യൂ എന്താണ്. പിന്നെ അതിൽ തന്നെ നമ്മൾ എന്ത് ഈ ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന്റെ യൂണിറ്റ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ പാർട്ടിക്കൽ ഫീൽഡ് അതിന്റെ ആ ഇക്വേഷൻസ് പറഞ്ഞു. പിന്നെ എന്താ പറയാ, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഇവിടെ നമ്മൾ നോക്കുക. ഇത് ഏതിനൊക്കെ ഒബേ ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിക് സ്റ്റാറ്റിക് ഫോഴ്സിന്
ഓക്കെയാണ്. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഒബേ ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ഒബേ ചെയ്യുന്നില്ല? ഇലക്ട്രിക്കൽ എനർജിനെ ഇത് ഒബേ ചെയ്യുന്നില്ല. കാരണം ഇലക്ട്രിക് എനർജി എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഒരിക്കലും അവിടെ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാര്യം പറഞ്ഞു, അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഇതെന്താണ്? ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യില്ല, പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അതുപോലെ ഇത് എന്ത് ചെയ്യില്ല? ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ ആണല്ലോ. പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ പറഞ്ഞു, U = 1/4πε0 Q1 Q2 r സ്ക്വയർ അല്ല, r ആണ് വരുന്നത്. അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞു, അത് പറഞ്ഞാൽ W/വർക്ക് ഡൺ ബൈ ചാർജ് ആണ് വരുന്നത്. ദെൻ അതിന്റെ യൂണിറ്റ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പറഞ്ഞാൽ എന്താ? ഒരു സർഫസിൽ ആ സർഫസിലെ പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ എന്താണ്? അവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഈക്വൽ ആയിട്ടാണ് വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് വരുന്നത്? ചേഞ്ച് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ 0 ആണ്. അതുപോലെ അവിടുത്തെ വർക്ക് ഡൺ എന്താണ്? 0 ആണ്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നമുക്ക് എന്ത് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യേണ്ട, അതായത് സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ പിന്നെ അതിന്റെ ഓരോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ജസ്റ്റ് ഷേപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ്, അതായത് ഒരു ഏരിയയിലൂടെ അല്ലെങ്കിൽ ഒരു സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു സർഫസിലൂടെ പാസ് ചെയ്തു, അതിന്റെ മെഷർ ആണെന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇന്റഗ്രൽ E.dA. ദെൻ നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത്? ഫൈ എന്ന് പറഞ്ഞാൽ EA cos θ ആണ് എഴുതാൻ പറ്റും. കാരണം എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വരുന്നത്, ഇയും എയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വരുന്നത്, അതുകൊണ്ട് EA cos θ ആണ് വരും. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ യൂണിറ്റ് പറഞ്ഞു. പിന്നെ പഠിച്ചതാണ് എന്ത്? ഗോസ് തിയറം. ഇമ്പോർട്ടന്റ് ആണ്. ഗോസ് തിയറത്തിന്റെ മെയിൻ ആയിട്ട് ഇക്വേഷൻസ് അറിഞ്ഞു വെക്കുക, ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാം. അതേപോലെ എന്ത്? ഇതിന്റെ ആപ്ലിക്കേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഓരോ കേസിലും. അതായത് ഇൻഫിനിറ്റ് ലൈനിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പഠിക്കണം, അതേപോലെ ചാർജ് ഷീറ്റിന്റെ ഇങ്ങനെ ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കുക. പിന്നെ പഠിക്കാനുള്ളത് ഇതിൽ ഓരോന്നും എങ്ങനെ ആറുമായിട്ട് ആ ഡിസ്റ്റൻസുമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഡയറക്ട്ലി ലീനിയർ റിലേഷൻഷിപ്പ് ആണോ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ഞാൻ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ സോളിഡ് സ്ഫിയറിന്റെ കേസിൽ 3 കേസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കേസിലും നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷൻസ് പറഞ്ഞതാണ്. അതേപോലെ അതിന്റെ മറ്റ് ലീനിയർ റിലേഷൻഷിപ്പും അതുപോലെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഇനി ഇത് ഗ്രാഫ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ടാവാം, എന്തായാലും ഒന്ന് അഭിപ്രായം പറയാം. പിന്നെ ഇതില് MCQ ഉൾപ്പെടുത്തണോ വേണ്ടെന്നുള്ളത് ഒന്ന് പറയോ? ഞാനിപ്പോ അത് കമന്റ് നോക്കാൻ വിട്ടുപോയി. ഓക്കെ. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ക്ലാസ് ടൈമിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാം. പിന്നെ ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതിന്റെ ഫൈനൽ കീയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും. പിന്നെ അപ്പൊ എന്താ വെച്ചാൽ ഇതിൽ പറയാത്ത കുറെ ടോപ്പിക്സ് എന്ത് ചെയ്യും? അതിൽ നമുക്ക് കവർ ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. എന്നാ വൈൻഡപ്പ് ചെയ്യല്ലേ? നോട്ട് ഇടുവോ? നോട്ട് തരാം. നോട്ട് ഇന്ന് തന്നെ ഞാൻ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.